السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العلي العظيم. സ്നേഹ ബഹുമാനമുള്ള ഈ മഹനീയ വേദിയിൽ ആസനസ്ഥരായ പ്രമുഖരായ പണ്ഡിതന്മാർ, സമസ്ത കേരള ജമഅത്തുൽ ഉലമായുടെയും വാഫി കുടുംബത്തിന്റെയും നേതൃനിരയിലുള്ള പ്രഗത്ഭരായ ഉലമാക്കളെ, ഉമറാക്കളെ, ഈ കുടുംബത്തിലെ അംഗങ്ങളായി ഈ സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സ്ഥാപനത്തിന്റെ അഭ്യുദയകാംക്ഷികളും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കളുമായ നല്ലവരായ സദസ്സിലെ ദീനീ സ്നേഹികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വളരെ സമയബന്ധിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എന്ന രീതിയിൽ ആമുഖങ്ങളൊന്നുമില്ലാതെ എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് നേരിട്ട് പ്രവേശനം കഴിക്കും. പേരെടുത്ത് അഭിസംബോധന ചെയ്യപ്പെടേണ്ട പ്രോജ്വലരും പ്രമുഖരുമായ ഒട്ടനവധി ആളുകൾ നമ്മുടെ വേദിയിൽ ആസനസ്ഥരാണെന്ന് എനിക്കറിയാം. സമയം ദുരുപയോഗം ചെയ്യാതിരിക്കുവാനും സമയപരിധി കൃത്യമായി പാലിക്കുവാനും ആ പേരുദ്ധരണങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ നേരിട്ട് ഏതാനും ചില കാര്യങ്ങൾ ഈ കുടുംബാംഗങ്ങളുടെ മഹനീയമായ ഈ സദസ്സിൽ സന്തോഷനിർഭരമായ ഈ വേളയിൽ വേദിയിൽ നിങ്ങളിൽ ഒരാൾ എന്ന രീതിയിൽ സമർപ്പണം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങളിൽ അതിപ്രധാനമാണ് നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബത്തിലെ സന്തോഷം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഒന്നാണ് കുടുംബമെങ്കിൽ ആ കുടുംബത്തിലെ ഇമ്പത്തിന്റെ കേന്ദ്രബിന്ദു നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ നേരാവണ്ണം വളർത്തി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഉപകരിക്കുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിന് സമർപ്പണം ചെയ്യാൻ ഉപകരിക്കുന്ന വലിയ ഒരു പദ്ധതിയാണ് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിന്റെ CIC-യുടെ കീഴിൽ വാഫി കുടുംബത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നാളിതുവരെയുള്ള ഇതിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താൻ കഴിഞ്ഞപ്പോൾ ബോധ്യം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. നേരത്തെ സംഗമിച്ചപ്പോഴും ഇതുപോലുള്ള സംഗമങ്ങളിലും നമ്മൾ വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി ഇതിന്റെ വളർച്ചയെ നോക്കിക്കാണുകയാണ്. ഓരോ വർഷത്തെ സംഗമം ഒന്നിനൊന്ന് മികച്ചു നിന്നുകൊണ്ട് വളരെ വലുതാവുകയും ഈ കുടുംബത്തിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരികയും ഇത് വൈപുല്യമാർന്ന ഒരു സംവിധാനമായി അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയരുന്നത് കണ്ടുകൊണ്ട് നമ്മൾ സന്തോഷനിർഭരരായി കണ്ണ് നിറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളൊക്കെ വീണ്ടും ഒത്തുകൂടുന്നത്. ഈ സംവിധാനത്തെ അല്ലാഹു ഇനിയും ഉയർത്തി തരുമാറാവട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കും കഷ്ടപ്പെടുന്നവർക്കുമൊക്കെ അല്ലാഹു അർഹതപ്പെട്ട പ്രതിഫലം രണ്ടു വീട്ടിലും നൽകുമാറാവട്ടെ. കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരേണ്ടതിന്റെ മാർഗരേഖ പരിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടിക്ക് ആവശ്യമായ ഭൗതിക മതവിദ്യകൾ നൽകിക്കൊണ്ട് അവനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമുഖത്ത് നമുക്ക് നൽകുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും നാളെ നമുക്ക് ഉപകരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂചിപ്പിച്ച
നാളെ നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന മഹനീയമായ സൂക്തത്തിൽ അല്ലാഹു പറഞ്ഞു, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അവന്റെ സമ്പത്തും അവന്റെ മക്കളും. ആ രണ്ട് കാര്യത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇത് രണ്ടും മനുഷ്യന് ഉപകരിക്കയില്ല. സലീമായ കൽബുമായി സുരക്ഷിത ഹൃദയവുമായി നാളെ അല്ലാഹുവിനെ സമീപിച്ചവർക്കൊഴികെ ഇതൊന്നും ഉപകരിക്കില്ല എന്ന് പരിശുദ്ധ ഖുർആൻ തീർത്ത് പറയുന്നു. സുരക്ഷിത ഹൃദയവുമായി അഥവാ അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാകുന്ന നല്ല മനസ്സുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഉപകരിക്കുമെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ കൽബ് സലീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സലീമായ കൽബ് കൊണ്ട് ഉദ്ദേശിക്കുന്നതിനെ ചില മഹാപണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മളെ പരിചയപ്പെടുത്തിയത്, ആർക്കാണ് അവന്റെ സമ്പത്ത് ഉപകരിക്കുന്നത്, ആർക്കാണ് അവന്റെ സന്താനം ഉപകരിക്കുന്നത് എന്ന് പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, അല്ലദീ അൻഫഖ മാലഹു ഫിൽ ബിർരി വഅർശദ ബനീഹി ഇലൽ ഹഖ്. ഈ രണ്ട് ഗുണവിശേഷണങ്ങളാണ് ഇതിന്റെ തഫ്സീറിൽ മഹത്തുക്കൾ ഉദ്ധരിച്ചത്. തന്റെ സമ്പത്ത് നല്ലതിന് വേണ്ടി ചെലവഴിക്കുകയും അവന്റെ സന്താനത്തെ നേർവഴിക്ക് നയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ മാർഗരേഖയെന്നോണം അവർ വരച്ചു കൊടുക്കുകയും ചെയ്യുക. അല്ലദീ അൻഫഖ മാലഹു ഫിൽ ബിർരി, തന്റെ സമ്പത്ത് നല്ലതിന് വേണ്ടി വിനിയോഗിക്കുക, അർശദ ബനീഹി ഇലൽ ഹഖ്. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഈ രണ്ടു കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ മനുഷ്യന് പരലോകത്ത് അവന്റെ സമ്പത്തും ഉപകരിക്കും, അവന്റെ മക്കളും ഉപകരിക്കും. ഇതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പിതാവ് തന്റെ മകനെ വളർത്തിയ മനോഹരമായ ഉപദേശ നിർദ്ദേശങ്ങൾ സമർപ്പണം ചെയ്തുകൊണ്ട് സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മകന് അദ്ദേഹം കൊടുത്ത ഉപദേശങ്ങൾ എണ്ണി സകല പിതാക്കളെയും പഠിപ്പിക്കുന്നത് എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം എന്നതിന്റെ ഒരു ബോധനം നമുക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയാണ്. വളരെ ചെറിയ കാര്യങ്ങൾ പോലും പരിശുദ്ധ ഖുർആൻ അവിടെ എടുത്തു ധരിക്കുന്നുണ്ട്. തന്റെ കുഞ്ഞിനോട് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്ന വാചകം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ധാർമ്മിക ജീവിതത്തിന്റെ ഒരു അടിത്തറ തന്റെ മകന് വരച്ചു കൊടുക്കുന്ന ആ മനോഹരമായ വാചകം വളരെ ശ്രദ്ധേയമാണ്. ഇന്ന് അന്തരീക്ഷം വളരെ കലുഷിതമാണ്, നമുക്കറിയാം. ധാർമ്മികതയെക്കുറിച്ച് പറയേണ്ടതില്ല. ഇന്നത്തെ പത്രം പോലും നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത തലക്കെട്ട് തൊട്ടടുത്ത് ഒരു കൊലപാതകം നടന്നതിന്റെ വാർത്തയാണ്. ആ കൊലപാതകത്തിലെ പ്രതി നല്ല പേരുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ നമുക്കറിയാം. കൊല ചെയ്യപ്പെട്ടതോ ഒരു മുസ്ലിം, ഇയാൾ ചെയ്തതോ അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി. ആ പത്രം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചേതോ വികാരം നിങ്ങൾ ഓർത്തു നോക്കും. കൂടുതൽ വിശദീകരിക്കുന്ന ആവശ്യമില്ലാത്ത വിധം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ പരിച്ഛേദം, ഒരു ക്രോസ് സെക്ഷൻ ഇന്നത്തെ പത്രത്തിന്റെ ഒന്നാം പേജിലൂടെ നമുക്ക് ലഭ്യമാണ്. അത്രമാത്രം സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമാണ്. സാമ്പത്തിക ഇടപാടുകളിലുള്ള അധാർമികതയും വ്യക്തിബന്ധങ്ങളിലുള്ള അധാർമികതയും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ബന്ധങ്ങളുമൊക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടമാണിപ്പോ. അത്തരമൊരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യന്റെ ജീവിതം എന്നതിന്റെ ഒരു താക്കോൽ, ഒരു കൃത്യമായ മാർഗരേഖ തന്റെ മകന് കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തന്റെ മകനെ പഠിപ്പിച്ചു. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെ നാളെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് കുഞ്ഞിന് ശരിക്കൊരു ബോധമുണ്ടാക്കി കൊടുക്കുന്ന പിതാവ്. എന്റെ മോനെ, നിന്റെ കർമ്മം എത്ര ചെറുതാവട്ടെ, ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ, അതൊരു പാറക്കകത്ത് പോയി ജനദൃഷ്ടിയിൽപ്പെടാത്തൊരു സ്ഥലം എന്നതേ ഉദ്ദേശമുള്ളൂ. അത്തരമൊരു സ്ഥലത്ത് പോയി നീ ആ കർമ്മം നിർവഹിച്ചു, ആ ചെറിയ പ്രവർത്തനം ചെയ്തു. ഔഫിൽ സമാവാത്ത്, അല്ലെങ്കിൽ ആകാശലോകത്ത് ശൂന്യാകാശത്താണെങ്കിൽ പോലും, ഔഫിൽ അർദ്, വിശാലമായ ഭൂമണ്ഡലത്തിൽ എവിടെയെങ്കിലും വെച്ച് നീ ആ തെറ്റ് ചെയ്താൽ നിനക്കത് മറച്ചു പിടിക്കാൻ കഴിയില്ല. ജനദൃഷ്ടിയിൽ നിന്നൊരു പക്ഷേ നിനക്ക് മറച്ചു പിടിക്കാം. യഅതി ബിഹല്ലാഹ്, കാരണം ഇന്നല്ലാഹ ലതീഫുൽ ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഗൂഢജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാണ്. നീ മറച്ചു പിടിക്കുന്നത് മുഴുവൻ നാളെ നിന്റെ മുമ്പിൽ എഴുതി തയ്യാറാക്കിയ ഒരു പുസ്തകത്തിൽ നിനക്ക് തന്നെ അവതരിപ്പിക്കാൻ വേണ്ടി നിനക്ക് നൽകപ്പെടുന്ന ഒരു ദിവസം നീ മനസ്സിലാക്കണം എന്ന് ഈ കുഞ്ഞിന്റെ മനസ്സിലേക്ക് വളരെ വ്യക്തമായി സന്നിവേശിപ്പിച്ചു കൊടുക്കുന്ന ഒരു പിതാവിന്റെ ഉപദേശം കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്ന് സകല പിതാക്കൾക്കുമുള്ള ഒരു മാർഗരേഖയായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലെങ്കിൽ ഒരു പിതാവ് ഒരു മകന് കൊടുത്ത ഉപദേശം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരത്തി പറയേണ്ട കാര്യമില്ല. മാത്രമല്ല, ആ പിതാവ് തുറന്നുകൊണ്ട് തന്റെ മകന് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ശരിക്കും അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പോലും ഇതെടുത്ത് പറഞ്ഞല്ലോ.
അതിന്റെ പ്രത്യേകത കൊണ്ടല്ലേ അതെടുത്തു പറഞ്ഞത്. അൻ അബീ ഉമാമ റളിയല്ലാഹു തആല അബൂ ഉമാമ റളിയല്ലാഹു തആല നിന്ന് ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലുഖ്മാന ഖാല ലിഇബ്നിഹി. ബഹുമാനപ്പെട്ട ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനോട് പറഞ്ഞു, യാ ബുനയ്യ അലൈക ബിമുജാലസത്തിൽ ഉലമാ, മോനെ നീ എപ്പോഴും പണ്ഡിതരുടെ സാമീപ്യം തേടണം, പണ്ഡിതന്മാരുമായി ഇടകലർന്നുകൊണ്ടിരിക്കണം. മാത്രമല്ല വസ്മഅ കലാമൽ ഹുകമാ, നീ ജ്ഞാനികളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കണം. ഫഇന്നല്ലാഹ ലിയുഹിൽ ഖൽബൽ മയ്ത ബിനൂരിൽ ഹിക്മ, ഹിക്മത്തിന്റെ പ്രകാശം കൊണ്ട്, ജ്ഞാനത്തിന്റെ പ്രകാശം കൊണ്ട് ഹൃദയത്തെ പടച്ചറപ്പ് പ്രോജ്വലിപ്പിക്കും. നിന്റെ ഹൃദയത്തെ പടച്ചറപ്പ് പ്രോജ്വലിപ്പിക്കുവാൻ പണ്ഡിത സാന്നിധ്യവും അതുപോലെ തന്നെ ജ്ഞാനികളുടെ സാന്നിധ്യവും നിനക്ക് ആവശ്യമാണ്. അവരുമായുള്ള നിരന്തര സമ്പർക്കം നിനക്ക് ആവശ്യമാണ്. എങ്ങനെ? നിന്റെ മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജ്ഞാനം കൊണ്ട് പ്രശോഭിതമാക്കുന്നതിന്റെ രീതി കമാലിൽ അർദൽ മയ്ത ബിവാബിൽ മത, തരിശായ ഭൂമിയിൽ മഴ പെയ്താലുണ്ടാകുന്ന ആ ഭൂമിയിലെ ഒരു കുളിർമ നോക്കൂ നിങ്ങൾ. ആ കുളിർമ പോലെ നിന്റെ മനസ്സിന് സംഭവിക്കുമെന്ന് ബഹുമാനപ്പെട്ട ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനോട് പറഞ്ഞുവെന്ന് വീണ്ടും നമുക്ക് ഉദ്ധരിച്ചു തരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? അങ്ങനെയാണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തേണ്ടത് എന്നതിന്റെ മാർഗരേഖ പഠിപ്പിക്കുവാനാണ്. പ്രകൃതിയിൽ മതിയായ നേട്ടമുണ്ട്. മുജാലസത്തിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു പണ്ഡിതന്റെ സാന്നിധ്യമുണ്ടായാൽ അയാളെ ഇൽമിൽ നിന്നെങ്കിലും കേൾക്കുകയെങ്കിലും ചെയ്യാമല്ലോ. ആ ജ്ഞാനിയുടെ വാക്ക് കേൾക്കുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു നവോത്ഥാനം അല്ലെങ്കിൽ അവന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വൈജ്ഞാനികമായ ഉദ്ധാരണം അത് പ്രധാനമാണ്. പണ്ഡിത സാന്നിധ്യം സമൂഹത്തിൽ എത്രമാത്രം ഉപകരിക്കും എന്നതിന്റെ ഒരു വ്യക്തമായ മാർഗരേഖയാണ് ആ പിതാവ് തന്റെ പ്രിയപ്പെട്ട മകന് നൽകുന്നത്. ഇവിടെ നമ്മളൊക്കെ ഈ മതപരമായ പാണ്ഡിത്യത്തെക്കുറിച്ചും മതപരമായ പഠനത്തെക്കുറിച്ചും ഒരു രണ്ടാം കണ്ടുകൊണ്ട് കേവല ഭൗതികതയെ പുൽകാനുള്ള ഒരു താല്പര്യത്തിലാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റൂ എന്നൊരു തോന്നൽ ബഹുഭൂരിപക്ഷത്തിനും ഇന്നുമുണ്ട്. നമ്മുടെ മദ്രസ സംവിധാനവും നമ്മുടെ മതപഠന സംവിധാനമൊന്നും ഒരു കുഞ്ഞിന് ഭാവിയിലെ പുരോഗതിക്ക് ഉപകരിക്കില്ല എന്നൊരു തോന്നൽ, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിപ്പോയത്. ലോകത്തെ ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയും പോയി പഠിച്ചിട്ടില്ല. ഉമ്മി എന്ന പദത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അക്ഷരജ്ഞാനമില്ലാത്തവൻ അല്ല എന്നല്ല, ഒന്നും അറിയാത്തവനാണെന്നല്ല, മറിച്ച് ഔപചാരികമായ വിദ്യാഭ്യാസം നേടാത്ത ഒരു വ്യക്തിത്വം എന്നാണ് അതിന്റെ തത്വം. ഒരു കലാലയത്തിൽ പോയി ഒരു ഗുരുവര്യന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഔപചാരിക വിദ്യാഭ്യാസം നേടിയിട്ടില്ല നമ്മുടെ പ്രവാചകർ. ഒന്നും അറിയില്ല എന്നല്ല ഉമ്മിയുടെ അർത്ഥം. ഒരു വിവരവുമില്ലാത്ത അക്ഷരം തിരിയാത്ത വ്യക്തിയാണ് എന്നല്ല അതിനർത്ഥം പറയേണ്ടത്. അങ്ങനെയല്ലേ മഹാപണ്ഡിതന്മാർ നമുക്ക് വ്യാഖ്യാനിച്ചു തന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഉമ്മിയായിരുന്നു. പക്ഷേ ആ ഉമ്മിയുടെ ഉദ്ദേശ്യം എന്താ? ഔപചാരിക വിദ്യാഭ്യാസം അള്ളാഹുവിന്റെ തിരുദൂതർക്ക് നേടാൻ അവസരമുണ്ടായിട്ടില്ല. എന്നാൽ അറിവുണ്ടായിരുന്നില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇൽമു ധാരാളം പ്രവാചകർക്ക് കൊടുത്തില്ലേ? ചരിത്രകാരന്മാർ ഉദ്ധരിച്ചതെന്താ? വഖദ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ കമാലിൽ അഖ്ൽ, കമാലുൽ അഖ്ലാണ് അള്ളാഹുവിന്റെ തിരുദൂതർക്കുള്ളതെന്ന് ചരിത്രം വ്യക്തമായി പറയുന്നു. അവിടുത്തെ ചരിത്രത്തിന്റെ രഹസ്യം പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. കമാലുൽ അഖ്ൽ എന്ന് മാത്രമല്ല, വഖദ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ കമാലിൽ അഖ്ൽ ഫിൽ ആയത്തിൽ ഖുസ്വ അല്ലതി ലം യബ്ലുഹാ ബശറുൻ സിവാ, മറ്റൊരു മനുഷ്യനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ജ്ഞാനത്തിന്റെ ഔന്നത്യ തലത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ എത്തിപ്പെട്ടു. എവിടെ പോയി പഠിച്ചിട്ടാ? ഏത് അക്കാദമിക സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടാ? മതപരമായ ജ്ഞാനത്തിലൂടെ പടച്ചവൻ ഉയർത്തിക്കൊണ്ടുവന്ന് ലോകത്തിന് അവസാനം വരെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തിരുദൂതർ പഠിപ്പിച്ചില്ലേ? ആ പാഠത്തിലൂടെ തന്നെ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോയാൽ അതുപോലെ എത്താൻ കഴിയുമെന്ന് ഉറപ്പല്ലേ? കേവല ജ്ഞാനമല്ല. കാല വഹബ് ഇബ്നു മുനബ്ബഹ് മഹാനവർ ഉദ്ധരിക്കുന്ന ചരിത്രഗ്രന്ഥത്തിൽ കാണാം, ഖറഅതു ഫീ അഹദിൻ വസബഈന കിതാബ ഫവജദ്തു ഫീ ജമീഇഹാ, ഈ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചുരുക്കുകയാണ്. അന്നല്ലാഹു തആല ലം യുഅതി ജമീഅൻ നാസ് മിൻ ബദഇ ദുനിയ ഇല ഇൻഖിലാഇഹാ, ലോകത്തിന്റെ തുടക്കം മുതൽ അന്ത്യം വരെയുള്ള കാര്യങ്ങൾ, മിനൽ അഖ്ലി ഫീ ജംബി അഖ്ലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഒരു മനുഷ്യനും കൊടുത്തിട്ടില്ല.
അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർക്ക് സമീപസ്ഥമായ ഒരു ഇൽമ്. മഹാനവരുടെ ഉദാഹരണം പറഞ്ഞത് പരന്നു കിടക്കുന്ന വിശാലമായ ലോകത്തെ മണൽപ്പരപ്പിൽ നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ ഇൽമതാണെങ്കിൽ നമുക്കൊരു മണൽത്തരിയെ ലഭ്യമായിട്ടുള്ളൂ, അല്ലാതെ ഒരാൾക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. നോക്കൂ, നിങ്ങൾ എന്ത് പ്രധാനപ്പെട്ട വാക്കാണത്. ലുബ്, അതുപോലെ തന്നെ അഖിൽ, മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ കേന്ദ്ര ബിന്ദുക്കൾ 99, അത് മൊത്തത്തിൽ 99. ആ 99 ജുസൈൻ എന്ന് പറയുമ്പോ 100 അതിൽ 99 പിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 100ൽ 99 അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിക്ഷിപ്തമാണ്. വജുസുഉം ഫീ സായിരിൽ മുഅ്മിനീൻ, 99ൽ 100ലേക്കുള്ള ബാക്കി 1 മാത്രമേ ബാക്കി മുഅ്മിനീങ്ങൾക്കുള്ളൂ. വിജ്ഞാനത്തിന്റെ സകലവും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരിലാണ്. ഏത് അക്കാദമിക സംവിധാനം ഉപയോഗിച്ച് പഠിച്ചു? അള്ളാഹു ഇൽമ നൽകി, പടച്ചറപ്പ് ജ്ഞാനം നൽകി. ആ ജ്ഞാനിയായ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ച മാർഗരേഖ അവലംബിച്ചുകൊണ്ടൊരു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ സകല വിജ്ഞാനം അവിടുന്ന് തന്നെ പഠിക്കാം. അതിൽ ഭൗതികതയുണ്ട്, അതിൽ ആത്മീയതയുണ്ട്. അവന്റെ വൈയക്തിക ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സ്വാധീനം ചെലുത്താൻ ആവശ്യമായ സകലതും പഠിക്കാൻ കഴിയും. ഇതല്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ പഠിച്ചാൽ ഭൗതികത കിട്ടില്ല എന്ന് തോന്നുന്ന ആളുകളാണ് പലപ്പോഴും കേവല ഭൗതികതയിലേക്ക് നമ്മളെ മക്കളെ അയക്കുന്നത്. അവർക്കാണ് പലപ്പോഴും മക്കളിൽ നിന്ന് തിരിച്ചടി സംഭവിക്കുന്നത്. ഇവിടെയാണ് വാഫി വേറിട്ട് നിൽക്കുന്നത്, ഇവിടെയാണ് വഫിയ വേറിട്ട് നിൽക്കുന്നത്. ഇവിടെയാണ് 46ഓളം കോളേജുകളുടെ കോർഡിനേഷൻ വ്യതിരിക്തത പാലിക്കുന്നത്. അതാണ് ഈ സംവിധാനത്തെ ജനം ഇത്ര പെട്ടെന്ന് സ്വീകരിക്കാൻ കാരണം. അടുത്ത കാലത്ത് ജനങ്ങളിൽ ഇത്ര വലിയ സ്വീകാര്യത കിട്ടിയൊരു സംവിധാനമില്ലല്ലോ. ആളുകൾ തിരിച്ചറിഞ്ഞു, എന്റെ കുഞ്ഞിനെ എനിക്ക് ഉപകരിക്കുന്ന തരത്തിൽ പാകപ്പെടുത്തിയ ഒരു സംവിധാനമാണ് വാഫിയും വഫിയയും എന്നവർ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് അവരെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഇവിടെ ഒരുമിച്ചുകൂടാൻ പ്രേരിപ്പിച്ചു. എന്തൊക്കെ തിരക്കുണ്ടായിട്ടും ഇത്രയും വിശാലമായ സദസ്സിലേക്ക് നിങ്ങളൊക്കെ വലിയ പ്രചരണമില്ലാതെ എത്തിപ്പെട്ടല്ലോ. ഒരു മഹാസമ്മേളനത്തിന് വേണ്ടി നമ്മൾ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് കൊടിയൂത്ത് നടത്തിയാലും ഇതേ സംഭവിക്കും. നിങ്ങളുടെ മനസ്സിൽ തട്ടിയത് കൊണ്ട് തന്നെയാണ് നിങ്ങളിവിടെ വന്നത്. ആ വരവ് ആക്കണം. അതാണ് നമ്മൾ ഈ സദസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും നമ്മുടെ ഉദ്യമവും അതാണ്. അള്ളാഹു സുബ്ഹാനഹു വിജയിപ്പിക്കുമാറാവട്ടെ. നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹം തന്നെയാണ് നമ്മുടെ മക്കൾ. ആ മക്കൾ അനുഗ്രഹമാണെന്നതിന്റെ പരിശുദ്ധ ഖുർആൻ ഒട്ടനവധി സൂചനകൾ സമർപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന കുഞ്ഞുങ്ങളില്ലാത്ത വിഷമം ഏറെ പ്രകടിപ്പിച്ച ഒരു മഹാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. മഹാനവരുടെ ചരിത്രം എപ്പോഴും ഉദ്ധരിക്കാറുണ്ട്. ഖുർആൻ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുണ്ട്. വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ എന്ന് പറഞ്ഞുകൊണ്ട് കാലാന്ത്യം വരെയുള്ള ജനങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്മരണ പടച്ചറപ്പ് നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ നിലനിർത്തലിന്റെ ഗൗരവം എന്താ? അദ്ദേഹത്തിന്റെ ത്യാഗോജ്ജല പ്രവർത്തനമാണ്. ആ മഹാന പടച്ചറപ്പ് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി മഹാനവറുകളോട് അല്ലാഹു പറഞ്ഞ വാചകം എന്താ? അല്ലാഹുവിനോട് മഹാനവറുകൾ ചോദിച്ചു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുവിന്റെ മറുപടി ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഒരു തബ്ശീറിന്റെ, ഒരു സന്തോഷത്തിന്റെ പദമാണ് പരിശുദ്ധ ഖുർആൻ അവിടെ ഉപയോഗിച്ചത്. ഒരു കുഞ്ഞ് കുടുംബത്തിൽ സന്തോഷത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വാക്ക് പറയാൻ കാരണം. ആവർത്തനമുണ്ട്, അതേ വാചകം തന്നെ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയിലേക്ക് നശിപ്പിക്കുന്ന ഉദ്ദേശവുമായി മലക്കുകൾ അയച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭവനത്തിലേക്ക് അവർ വന്നപ്പോ അവരെ സ്വീകരിച്ച് സൽക്കരിച്ച രംഗം ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഒരു മൂലിക്കുട്ടിയെ ചുട്ട് പാകപ്പെടുത്തി കൊണ്ടുവന്ന് സൽക്കരിച്ചല്ലോ. മൂലിക്കുട്ടിയെ ചുട്ട് കൊണ്ടുവന്നിട്ട് പാകപ്പെടുത്തി. ഇന്ന് മൂലിക്കുട്ടിയെ കൊണ്ട് സൽക്കരിച്ചാൽ ചിലപ്പോൾ അടിച്ചുകൊല്ലും. അങ്ങനെയാണ് ഇന്ത്യ. ആ രീതിയിൽ സൽക്കാരം നടത്തിയപ്പോൾ അവിടെ അവർ ആ ഭക്ഷണം കഴിക്കാതിരിക്കുകയും മലക്കുകളാണെന്ന് തിരിച്ചറിയുകയും ചിലപ്പോൾ ഭാര്യ ചിരിക്കുകയും ഖുർആൻ എടുത്തു പറഞ്ഞു, വംറഅതുഹു ഖായിമത്തുൻ ഫളഹികത് ഫബശ്ശർനാഹാ ബിഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യഅഖൂബ്. രണ്ട് കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള മനോഹരം, രണ്ട് തലമുറ, ഒരു തലമുറയെക്കുറിച്ചും ഒരു കുഞ്ഞിനെക്കുറിച്ചുമുള്ള ബോധനം നൽകുമ്പോൾ ബശ്ശർനാഹാ, സന്തോഷത്തിന്റെ പദമാണ് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത്. സന്തോഷത്തിന്റെ പദപ്രയോഗമാണ് അവിടെ നടന്നത്. നമ്മുടെ മക്കളെ അള്ളാഹു നമുക്ക് തന്നത് സന്തോഷിക്കാനും ഈ ലോകത്തും പരലോകത്തും അവരെ കൊണ്ട് ഉപകരിക്കാൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ കിണറ്റിലിട്ടിട്ട് അതുവഴി കടന്നു വന്നവർ ഒരു സംഘം വന്നപ്പോൾ ആ സംഘം അവരുടെ വെള്ളം കൊണ്ടുവരാൻ ആരെ പറഞ്ഞയച്ചപ്പോൾ അയാൾ ബക്കറ്റ് കിണറ്റിലേക്ക് താഴ്ത്തിയപ്പോ
ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞ വാക്കെന്താ? ഖാല യാ ബുശ്റാ ഹാദാ ഗുലാം, യാ ബുശ്റാ ഹാദാ ഗുലാം. ആ കുഞ്ഞിനെ കണ്ടപ്പോഴുള്ള സന്തോഷം കണ്ടോ നിങ്ങൾ? കുടുംബത്തിലെ സന്തോഷത്തിന്റെ, വ്യക്തികളുടെ സന്തോഷത്തിന്റെ പ്രതീകമാണ് പുതുതലമുറ. അവരിലാണ് നമ്മുടെ പ്രതീക്ഷ. അവർക്ക് വേണ്ടിയാണ് പലരും അധ്വാനിക്കുന്നത്. എങ്കിൽ അവരെ നമുക്ക് പരലോകത്തും ഉപകരിക്കത്തക്ക വിധത്തിലാക്കണ്ടയോ? നിങ്ങൾ ചിന്തിക്കുക. കേവല ഭൗതികത മാത്രം മതിയോ? ഇവിടെയാണ് അവന്റെ മനസ്സിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്റെ കുട്ടിയാണെങ്കിലും നിങ്ങളുടെ കുട്ടിയാണെങ്കിലും അവരെ അള്ളാഹു പഠിച്ചിരിക്കുന്നത് മൃഗീയതയും മനുഷ്യത്വവും കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. രണ്ടുമുണ്ട് നമ്മുടെ മക്കളിൽ. സംസ്കരിക്കേണ്ടതാരാ? ആ സംസ്കരണ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ മനുഷ്യനെ പഠിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സംവിധാനത്തിലാണ്. മലായികത്തിനെ പഠിച്ചിരിക്കുന്ന മറ്റൊരു സംവിധാനത്തിൽ, മൃഗങ്ങളെ പഠിച്ചിരിക്കുന്ന മറ്റൊരു സംവിധാനത്തിൽ. റക്കബല്ലാഹുൽ മലായികത മിൻ അഖ്ലിൻ ബിലാ ശഹ്വ. മലക്കുകളെ അല്ലാഹു പഠിച്ചിരിക്കുന്നത് അഖ്ല് മാത്രമേ അവർക്കുള്ള ശഹ്വത്തില്ല, വൈകാരികതയില്ല, അബദ്ധം പറ്റില്ല, അവർക്ക് വൈകാരികതയില്ല, തെറ്റ് ചെയ്യാനുള്ള തൃഷ്ണയില്ല, അത് കൊടുത്തിട്ടില്ല. മൃഗങ്ങളെ പഠിച്ചിരിക്കുന്നതോ വൈകാരികത മാത്രം കൊടുത്തു, ബുദ്ധി കൊടുത്തില്ല, വിശേഷ ബുദ്ധി കൊടുത്തില്ല. ബുദ്ധി ഭക്ഷണം മനസ്സിലാക്കാനും യജമാനെ തിരിച്ചറിയാനും മർദ്ദനമോ പീഡനമോ ഉണ്ടായാൽ അതിന്റെ പ്രതികരണത്തിനുമൊക്കെ അതിന് കഴിവുണ്ട്, പക്ഷേ അതിന് തിരിച്ചറിവില്ല. അതാണ് മൃഗത്തിന്റെ പ്രത്യേകത. മലക്കുകളും മൃഗങ്ങളും രണ്ടും രണ്ട് തട്ടില്ല. മൃഗങ്ങൾക്ക് വൈകാരികത മാത്രമേ ഉള്ളൂ, മലക്കുകൾക്ക് വിവേകം മാത്രമേ ഉള്ളൂ. മലക്കുകൾക്ക് വൈകാരികതയില്ല, മൃഗങ്ങൾക്ക് വൈചാരികതയില്ല. എന്നാൽ നമ്മളതിൽ നിന്ന് തികച്ചും വ്യത്യസ്തരാണ്. എന്താ നമ്മുടെ വ്യത്യാസം? പറയാൻ നമ്മൾ ചിന്തിക്കേണ്ടത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ വറക്കബിന ആദമ മിൻ കിലൈഹിമാ, മനുഷ്യനെ അല്ലാഹു പടച്ചത് ഇത് രണ്ടും തന്നുകൊണ്ടാണ്. അവിടെ നമുക്കൊരു പ്രത്യേക ബാധ്യത എന്താ? നമ്മുടെ ബുദ്ധിശക്തി എപ്പോഴും വൈകാരികതയെ മറികടക്കണം. അതാണ് പഠിപ്പിച്ചത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫമൻ ഒലബ അഖ്ലുഹു അലാ ശഹ്വതിഹി, അവന്റെ വൈകാരികതയേക്കാൾ അവന്റെ ബുദ്ധി മറികടന്നാൽ, വിവേകം മറികടന്നാൽ ഫഹുവ ഖൈറും മിനൽ മലായിക, മലക്കുകളെക്കാൾ ഔന്നത്യത്തിൽ അവൻ നിൽക്കും. ആ തരത്തിലാക്കി തീർക്കാൻ കഴിയണം. നമ്മുടെ മക്കളെ ആ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അവന്റെ ശഹ്വത്താണ് മികച്ചതെന്നതെങ്കിൽ എങ്കിൽ അവൻ മൃഗത്തെക്കാൾ തരം താഴ്ന്നു പോകും. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? അവനെ സംബന്ധിച്ചിടത്തോളം അവനെ മൃഗീയതയിൽ നിന്ന് രക്ഷപ്പെടുത്തി അവന്റെ മൃഗീയത മാറ്റി മനുഷ്യത്വത്തിലേക്ക് അവനെ കൊണ്ടുവരണം. അത് കൊടുക്കേണ്ട ഉത്തരം. അതാണ് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് കൊടുത്തത്. അതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അതാണ് ഒന്നും കൂടി എടുത്തൊരു ശുദ്ധ പ്രവാചകന് പറഞ്ഞത്. ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ടും നമുക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ മകനെ കേവല ഭൗതികതയിലേക്ക് പറഞ്ഞേക്കുമ്പോ ആ കുട്ടി പിഴച്ചു വന്നാലോ നമ്മളെ ധിക്കരിച്ചാലോ ആരോട് നമ്മൾ പരാതിപ്പെടാൻ? ഇവിടെ നമ്മൾ ചിന്തിക്കണം. അറിവ് പോരാ, തിരിച്ചറിവ് വേണം. അഖില് തിരിച്ചറിവ് തന്നെ വേണം. അൽ അഖ്ലു നൂറുൻ ഫിൽ ഖൽബ്. ഈ പറയപ്പെട്ട നേരത്തെ അഖില് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, അത് നൂറുൻ ഫിൽ ഖൽബ്, ഹൃദയത്തിലെ ഒരു പ്രകാശമാണ്. യഫ്റുഖു ബൈനൽ ഹഖ്ഖി വൽ ബാത്തിൽ, അത് ഹഖിനെയും ബാത്തിലെയും ശരിക്കും വേർതിരിക്കും. ആ ഒരു ഫുർഖാൻ, ആ ഒരു കഴിവ് ഈ ബുദ്ധിക്കൊണ്ട് അതുണ്ടാകണം. അങ്ങനെയുള്ള വിദ്യ കുട്ടിക്ക് കൊടുക്കണം. കേവല വിദ്യ പോരാ. അവിടെയാണ് അൽ അഖ്ലു നൂറുൻ എന്ന് പറഞ്ഞാൽ അൽ ഇൽമു നൂറുൻ, ആ ഇൽമു പ്രകാശമാണ്. ഇൽമു കൊണ്ടുള്ള അഖ്ല്, ആ അഖ്ലിന് അനുവാദമായി നമ്മൾ ഇൽമു കൊടുക്കുമ്പോഴേ അത് വളരൂ. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാർ പഠിപ്പിച്ചത് അൽ ഇൽമു നൂറുൻ തുൻഫഖു ലാ മസായിലുൻ തുൻഫഖ്. ഇൽമു എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ തന്റെ ശിഷ്യന്റെ കൽബിലേക്ക് ഊതിക്കൊടുക്കുന്ന ഒരു വൈകാരിക പ്രത്യേകതയുള്ള ഒരു പ്രകാശമാണ്, ഒരു പ്രകാശധാരയാണ്. അത് ശരിക്കും ഗുരുവര്യന്റെ നാക്കിൻ തുമ്പിൽ നിന്നും അയാളുടെ തർബിയത്തിൽ നിന്നും തന്നെ ലഭിക്കണം. ഭൗതികകാലത്തിൽ തർബിയത്തില്ല. അവിടെ കുറെ പകർത്തി എഴുതപ്പെടുന്ന കാര്യങ്ങളും കുറെ കേട്ട് പഠിക്കുന്ന വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് കേട്ട് പഠിക്കാനുള്ളത് അനുഭവിക്കേണ്ടതും അനുഭവത്തിൽ പകർത്തേണ്ടതുമായ ഇൽമു പകർന്നു കൊടുക്കുകയാണ്. അവിടെയാണ് ഗുരുവാകുന്നത്. അതാണ് ഭൗതിക കലാലയത്തിലെ ഗുരുവും ആത്മീയ ഗുരുവും തമ്മിലുള്ള വ്യത്യാസം. ഗുരുവെന്ന് പറയുമ്പോൾ തന്നെ കുഞ്ഞിന്റെ മനസ്സിലെ അന്ധകാരം നീക്കുന്നവന് ഗുശബ്ദം അന്ധകാരം താൻ, ഒരു ശബ്ദം തന്നിരോധകം എന്നാണ്. ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരമാണ് മലയാളത്തിൽ. രു എന്ന് പറഞ്ഞാൽ തന്നിരോധകം, അതിനെ നിരോധിക്കുന്നയാള് ഗുരു. കുട്ടിയുടെ മനസ്സിലെ അന്ധകാരത്തെ നീക്കിയിട്ട് പ്രകാശം കൊടുക്കുന്നയാള്. അഖ്രിജ് ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂർ, അന്ധതയിൽ നിന്നും പ്രകാശത്തിലേക്ക് സമൂഹത്തെ നയിക്കാൻ പഠിപ്പിച്ചു പ്രവാചകന്മാരെ. അതാണ് പ്രവാചക ദൗത്യം.
ആ പ്രവാചകരുടെ അനന്തരഗാമികളായി ഇരിക്കുന്ന പണ്ഡിതന്മാർ, അവരാണ് നമ്മുടെ കുട്ടികളെ ശരിക്കും പ്രകാശം കൊടുത്തുകൊണ്ട് മനസ്സുകളെ നമുക്ക് അനുകൂലമാക്കി ചിന്തിപ്പിക്കുന്നത്. അതിനവരെ കയ്യിൽ കുട്ടിയെത്തണ്ടേ? ആ കുട്ടിയെ കേവല ഭൗതികതയിലേക്ക് പറഞ്ഞാൽ ചിലതുണ്ടാകുമോ? ഇവരാണ് ശരിക്കും പ്രകാശത്തിന്റെ തിരുനാളം കയ്യിൽ പിടിച്ചവർ. അൽ ഉലമാഉ സുറുജുൽ അസ്മിന, കാലഘട്ടത്തിന്റെ പ്രകാശഗോപുരങ്ങളാണിവർ, കാലഘട്ടത്തിന്റെ പ്രകാശഗോപുരങ്ങൾ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്ന മസലൽ ഉലമാഇ ഫിൽ അർളി കമസലിൻ നുജൂം, പണ്ഡിതോദാഹരണം ഈ ഭൂമുഖത്ത് നക്ഷത്രധാരകളെ പോലെയാണ്. യുഹ്തദാ ബിഹാ ഫീ ദുലുമാതിൽ ബർരി വൽ ബഹർ, സാഗരത്തിലും അതുപോലെ തന്നെ കരയിലും സഞ്ചരിക്കുന്നവർക്ക് ശരിക്കത് വഴികാട്ടും. ഫൈദൻ തമസത്തിൻ നുജൂം, ആ നക്ഷത്രങ്ങൾ അസ്തമിച്ചു പോയാൽ, പണ്ഡിതന്മാർ കുലമറ്റുപോയാൽ, പണ്ഡിത പ്രതിഭകളുടെ പ്രയോഗ പ്രവർത്തനങ്ങളില്ലാതെ പോയാൽ, ഔഷക അന്തവില്ലൽ ഹുദാ, ഒരാൾക്കും പിന്നെ നേർവഴി തേടാനാവില്ല. അങ്ങനത്തെ ഒരു അപകടത്തെ സമൂഹം പ്രതീക്ഷിച്ചുകൊള്ളണം എന്ന താക്കീതാണത്. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നത്. അവിടെ ചെറുതും വലുതുമായ ഭൗതിക കാര്യങ്ങളടക്കം ഒക്കെ പഠിപ്പിക്കും. എന്തേ? ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല തന്റെ മകനെ പഠിപ്പിച്ചു, വലാ തുസ്ഗിർ ഖദ്ദക ലിന്നാസ്, വലാ തുസ്ഗിർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളിൽ നിന്ന് ഒരിക്കലും നിന്റെ കവിള് തിരിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്താ? സാമൂഹ്യബോധം വെടിയല്ലേ എന്നല്ല അതിന്റെ അർത്ഥം. സാമൂഹ്യബോധം ശരിക്കും സമൂഹത്തിലുള്ള കാഴ്ചപ്പാട്, സോഷ്യൽ കമ്മിറ്റ്മെന്റ്, സാമൂഹ്യ പ്രവർത്തനം ഒരു അജണ്ടയായി വെച്ചുകൊണ്ട് സിലബസിൽ ഉൾപ്പെടുത്തിയ ഒരു മതപഠന സംവിധാനമാണ് CSE കൊടുക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ, ക്യൂ ഫോർ ടുമാറോ, നാളേക്കുള്ള ആ ക്യൂ, ഈ സമൂഹത്തിൽ പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങൾക്ക് സ്വയം സമർപ്പിതരായ ഒരു പടയൊരുക്കത്തിന്റെ തുടക്കമാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നാളേക്ക് വേണ്ടിയുള്ള ഒരു നിരയെ സമൂഹത്തിൽ കെട്ടിപ്പടുക്കുകയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലുഖ്മാൻ ഹക്കീം തങ്ങൾ തന്റെ മകനോട് പറഞ്ഞ പോലെ, വലാ തുസ്ഗിർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർദി മറഹ, നിസ്കരിക്കാനല്ലല്ലോ പറഞ്ഞത്, നോമ്പ് നോക്കാനല്ലല്ലോ പറഞ്ഞത്, വേറെ പറഞ്ഞു. നീ ഭൂമുഖത്ത് സഞ്ചരിക്കുമ്പോൾ എങ്ങനെ സഞ്ചരിക്കണം? നീ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. എത്രത്തോളം നടത്തത്തിന്റെ കാര്യമുള്ള വഖ്സദ് ഫീ മശീക വഅമുദ മിൻ സൗതിക എന്ന് പറഞ്ഞുകൊണ്ടില്ലേ? നിന്റെ ശബ്ദം നീ നിയന്ത്രിക്ക്, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്ക്. ഇതിലപ്പുറം എന്താ പറയേണ്ടത്? അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിക്കുന്ന ഒരു കുട്ടിക്കുണ്ടാകുന്ന സംസ്കാരത്തിന്റെ പ്രോജ്വലനം എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മളെ കുട്ടികളെ കൊണ്ടുവരണ്ടേ? ആ ഒരു സാംസ്കാരിക ഔന്നത്യത്തിലേക്ക് നമ്മളെ മക്കളെ നയിക്കണ്ടേ? അത് നയിക്കാൻ ആവശ്യമായ ശ്രമമാണല്ലോ ഇക്കാലം അത്രയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടുത്തെ ദുനിയാവിന്റെ പിന്നാലെ ഓടുകയാണ്. നമുക്കിങ്ങനെ ഭൗതിക കലാലയം കാണുമ്പോൾ ഡിഗ്രിയും PhDയും അവിടെ പോയാൽ മാത്രമേ ലഭ്യമാകൂ എന്നൊരു തോന്നൽ. രണ്ടും കൂടി ഒന്നിച്ച് പഠിക്കൽ എങ്ങനെയെന്ന ആശങ്ക വേറെ. ഇതുകൊണ്ടൊക്കെ എന്ത് കിട്ടും? ഈ വേഷവും ഈ വിധാനവും മാത്രം ഇന്ന് സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളുമോ എന്ന തോന്നൽ വേറെയും. അത് കേവലം ദുനിയാവിനെ കുറിച്ചുള്ള മനുഷ്യന്റെ മോഹങ്ങൾ കൊണ്ടുള്ളതാണ്. ദുനിയാവ് തേടിങ്ങനെ പോകുന്നവൻ ഒരിക്കലും അത് മുഴുവനായി ആസ്വദിക്കൂല. മഹാന്മാർ പറഞ്ഞ പോലെ ത്വാലിബു ദുനിയാ കശാരിബി മാഇൽ ബഹർ, ദുനിയാവിനെ തേടുന്നവൻ കടലിലെ വെള്ളം കുടിക്കുന്നവനെ പോലെ. എന്താ പ്രത്യേകത? ഉപ്പുവെള്ളമാണ് കുടിക്കുന്നത്. കുടിക്കുന്നതോടും ദാഹം വർദ്ധിക്കുന്ന. ദുനിയാവ് തികയില്ല, അത് പൂർത്തീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ പിന്നാലെ ഓടിയിട്ട് അതൊരിക്കലും യാഥാർത്ഥ്യമാക്കാനാവില്ല. അവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നതിന് പകരം നാളേക്ക് വേണ്ടി വല്ലതും സമ്പാദിക്കാൻ. ഇവിടെ ബഹുമാനപ്പെട്ട ബാപ്പു ഹാജിരിപ്പുണ്ട്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. തന്റെ 15 ഏക്കറോളം വരുന്ന വിശാല വിസ്തൃതമായ സ്ഥലം ബാപ്പി കുടുംബത്തിന് വേണ്ടി വിട്ടുകൊടുത്തു. അള്ളാഹു അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷം നൽകിയില്ല, കുഞ്ഞുങ്ങളെ നൽകിയില്ല. എന്തിന്? ഇത്തരമൊരു സുഹൃതം ചെയ്ത് പരലോകത്ത് ഉന്നതമായ വിധാനത്തിൽ വിരാജിക്കാൻ പടച്ചറപ്പ് അവസരം കൊടുത്താൽ നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ കുട്ടികളായി മാറി. നമ്മുടെ മക്കളെ മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ചോദിക്കട്ടെ. ഒരുപക്ഷെ പടച്ചറപ്പ് അദ്ദേഹത്തിന് ഒരു മകനെ കൊടുത്തിരുന്നെങ്കിൽ ആ മകൻ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യും. എന്താ ഉറപ്പ്? അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളെ കൊടുത്തിരുന്നെങ്കിൽ പടച്ചറപ്പ് അദ്ദേഹത്തിന് ദുആ ആ കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഉപകരിക്കുമെന്നെന്താ ഉറപ്പ്? ഞാൻ മനസ്സിലാക്കുന്നു തന്റെ ജീവിതകാലത്ത് ഒരുപാട് സുഹൃതം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. സുന്നി മഹൽ ഫെഡറേഷന്റെയും അതുപോലെ തന്നെ സമത്വയുടെ പോഷക ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളൊക്കെ ആ ഭാഗത്ത് ചെല്ലുമ്പോൾ എന്നും അതിന്റെ മുൻപന്തിൽ നിന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുവാനും സൗകര്യമൊരുക്കുവാനും ഒപ്പം നിന്ന ഒരു വ്യക്തി. ഒരു സാധാരണക്കാരൻ കേവലം ഒരു ഏറനാടൻ മാപ്പാണ്, അങ്ങനെ തന്നെ പറയാം. ഇപ്പോഴും അദ്ദേഹത്തിന്റെ വേഷവും വിധാനവും നോക്കും നിങ്ങൾ. ഒരു നിഷ്കളങ്കതയുടെ പ്രതീകമാണ് അദ്ദേഹം. നമ്മുടെ കുടുംബത്തിലേക്ക് അദ്ദേഹം വന്നിരിക്കുന്നത് പോലും ആ ഒരു ചെറിയ വേഷവിധാനത്തിലാണ്. നിഷ്കളങ്കതയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണത്. ആ മനുഷ്യൻ എല്ലാത്തിനും മുൻപന്തിയിൽ നിന്നു. അദ്ദേഹം മുൻപന്തിയിൽ നിന്നപ്പോൾ ഒരുപാട് പണ്ഡിതന്മാർ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തിരിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ. ഒരുപാട് ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹു കുഞ്ഞുങ്ങളെ കൊടുത്തില്ല.
പക്ഷേ തന്റെ കുട്ടികളെ കൊണ്ട് കിട്ടുന്നതിനേക്കാൾ വലിയൊരു സുഹൃതം പടച്ചറപ്പോടെ ബാക്കി വെച്ചു. ഈ വാഫി കുടുംബം വളരുകയും അതിന്റെ PG ക്യാമ്പസ് അവിടെ വരികയും ചെയ്യുമ്പോൾ അത് വരുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ പ്രാർത്ഥന തുടങ്ങി. ഇനി കാലാന്ത്യം വരെ ഈ PGയിലൂടെ കുട്ടികൾ പുറത്തു വന്നുകൊണ്ട് ദീനി ദഅവത്ത് നിർവഹിക്കുമ്പോൾ വലിമൻ ആനനാലി തഅല്ലുമി വതഅലീം എന്നൊരു പദം അവന്റെ നാക്കിന്റെ തുമ്പിൽ നിന്ന് വന്നാൽ അതിന്റെ ഒന്നാം ഗുണം മടങ്ങുന്നത് ബഹുമാനപ്പെട്ട ബാപ്പു ഹാജിയിലേക്കായിരിക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അദ്ദേഹം പരലോകം വാങ്ങിയില്ലേ? ആഖിറം വില കൊടുത്ത് വാങ്ങിയില്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ചില സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ ഇതിന്റെ കച്ചവടം വിജയിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ സ്വഹാബത്തിന്റെ മാതൃക ജീവിതത്തിൽ പകർത്തി 15 ഏക്കറോളം വരുന്ന വിശാലമായ സ്ഥലം എന്ന് പറയുമ്പോൾ അതിന്റെ വില നോക്ക് നിങ്ങൾ. ഒരു മനപ്രയാസവുമില്ലാതെ വാഫി കുടുംബത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ വിശാല മനസ്സ് കാണിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തെ ഏറ്റി പുകഴ്ത്താൻ വേണ്ടി പറഞ്ഞതെല്ലാം മനസ്സിൽ തട്ടിയത് കൊണ്ട് സൂചിപ്പിച്ചത് മാത്രമാണ്. ഇത്രയൊന്നും പറഞ്ഞാൽ പോരാന്ന് എന്റെ അഭിപ്രായം. പക്ഷേ ആ പറച്ചിലിന് പകരം പ്രാർത്ഥനയിലേക്ക് അത് മടങ്ങണം. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ പരലോകം അദ്ദേഹം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. നാളെ നമ്മുടെ മങ്ങട്ടത്തിൽ അതാണ് അല്ലദീ അൻഫഖ മാലഹു ഫിൽ ബിർ. വിജയിച്ചത് അവിടെയാണ് വിജയം. അദ്ദേഹത്തിന് പേടില്ലോ? ഇതാണ് കൊടുത്താൽ എല്ലാം പോയി. പ്രതീക്ഷ ഉണ്ട്. നമുക്കൊക്കെ അത് കൊടുക്കുമ്പോൾ പ്രതീക്ഷ, നമുക്കൊക്കെ പേടി. ഒരു മുഅ്മിനായ മനുഷ്യന് രണ്ടും ബാലൻസ് ചെയ്യണമെന്നാണ്. എല്ലാം വേറെ കൊടുക്കണമെന്നല്ലോ. ലൗ ഉസ്ന ഖൗഫുൽ മുഅ്മിൻ വറജാഉഹു ലഅതദലാന. ലൗ ഉസ്ന ഖൗഫുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ഖൗഫ്, അതുപോലെ തന്നെ വറജാഉഹു, അവന്റെ ഖൗഫും റജാഉം തൂക്കിയാൽ ലഅതദല, അത് രണ്ടും ബാലൻസ് ചെയ്യുമെന്നാണ് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷയും വേണം, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഭയവും വേണം. പരലോകത്ത് ശിക്ഷ വരുമെന്ന് പേടിച്ചിട്ടാണ് പുണ്യം ചെയ്യുന്നത്. അപ്പോഴാണ് പ്രതീക്ഷ വരുന്നത്, ഗുണത്തിന്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് പരലോകത്തൊന്നും വരാനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ചെയ്ത പുണ്യകർമ്മം എനിക്ക് മദീനത്ത് തോന്നിയാൽ പിന്നെ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ വഴിമാറുകയല്ല, തിരിച്ചു വരുന്നു. ഈ വാഫി കൂട്ടായ്മ പ്രയാണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ജനങ്ങൾ ഇതിനെ വാരിപ്പുണർന്നു. അനുഭവവേദ്യമായ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. വാഫി കുടുംബത്തിലും വഫിയ കുടുംബത്തിലും വളർന്നു വന്ന കുട്ടികളെ സമൂഹം സ്വീകരിച്ചുവെന്ന് മാത്രമല്ല, സമൂഹത്തെ കൊണ്ട് അവർ അംഗീകരിപ്പിച്ചു. ഞാൻ ഓർക്കുന്നു, ഇവിടെ തന്നെ ഈ ക്യാമ്പസിൽ പക്ഷേ കുട്ടികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അവർ കേൾക്കുന്നുണ്ടാവാം. ഒമാൻ എക്കണോമിക് റിവ്യൂവിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരൻ, ഞാൻ എടുത്തു പറഞ്ഞു, നാഫി വാഫി. ഒമാൻ എക്കണോമിക് റിവ്യൂവിൽ ഒരു പ്രദേശത്തെ ഒരു ഗ്രാമത്തിൽ വളർന്ന ഒരു കുട്ടി സുൽത്താനറ്റ് ഓഫ് ഒമാനിൽ പോയി അവിടുത്തെ ഏറ്റവും വലിയ പ്രസിദ്ധീകരണത്തിന്റെ തലപ്പത്ത് വരിക എന്ന് പറയുമ്പോൾ ഒരു അക്കാദമിക സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടല്ല, ഈ ക്യാമ്പസിൽ പഠിച്ചുയർന്ന SLC പഠിച്ച് ഇവിടെ വന്ന് കുട്ടി മുന്നോട്ട് പോയതാണ്. അങ്ങനെ പോയൊരു കുട്ടി ഇന്ന് വിദേശത്ത് ഉന്നത പദവിയിലെത്തി. കുവൈത്ത് ന്യൂസ് ഏജൻസി, അതിന് വൺ ആൻഡ് ഓൺലി ഓഫീസർ ഇൻ ഇന്ത്യ. ആരാ? ഒരു വാഫിയ. വൺ ആൻഡ് ഓൺലി ഓഫീസർ ഇൻ ഇന്ത്യ. ഒരു വാഫിയാണ് ഇവിടുത്തെ ഈ ക്യാമ്പസിൽ വളർന്ന കുട്ടി. അയ്യൂബ് വാഫി എന്നാണ് പേര്, എനിക്ക് തോന്നുന്നു. പേര് തെറ്റിപ്പോയാൽ ഭയപ്പെടേണ്ട, വാഫി എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി. ആടുജീവിതം വിവർത്തനം ചെയ്തൊരു കുട്ടി, നല്ല സാഹിത്യം, സുഹൈൽ, വളരെ മനോഹരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. പത്രങ്ങളൊക്കെ വാർത്ത വന്നു. സാഹിത്യരംഗത്ത് വലിയ ചുവടുവെപ്പ് നടത്താൻ കുട്ടികൾക്ക് കഴിയും. അതിന് ഭൗതിക കലാലയത്തിലെ ക്യാമ്പസ് കയറിവരുന്ന കാര്യമില്ലെന്ന് പഠിപ്പിച്ചു. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. UAE കോർട്ടിലും കേരള ഹൈക്കോർട്ടിലും, UAE കോർട്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ കോടതിയിൽ ട്രാൻസ്ലേറ്റർ, കേരള ഹൈക്കോടതിയിലെ ട്രാൻസ്ലേറ്റർ, ഭാഷാന്തരം ചെയ്തുകൊണ്ട് വിധിവിലക്കുകളെ കുറിച്ച് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, ജസ്റ്റിസുമാരെ പോലും സഹായിക്കാൻ ട്രാൻസ്ലേറ്റർ പോസ്റ്റിലിരിക്കുന്ന ആൾ. നിങ്ങൾക്ക് മുസ്താഫ വാഫിയും അതുപോലെ തന്നെ ഹസൈനർ വാഫി, രണ്ടുപേര്. ദീവാൻ ഷാഫി വിവർത്തനം ചെയ്തത് ഇവിടെ ഇല്ലിപ്പോ. മൾട്ടി കൾച്ചറലിസത്തെ കുറിച്ച് വാർത്ത പുസ്തകം എഴുതിയാണില്ല ഇവിടെ. ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. വഫിയ കോഴ്സിൽ പഠിച്ചൊരു കുട്ടിയെക്കുറിച്ച് കഴിഞ്ഞ തവണ എനിക്ക് ഓർമ്മയില്ല, കുറശ്ശേരി ഉസ്താദാൻ തോന്നുന്നു ഒരിക്കൽ പറഞ്ഞത്, അവരുടെ സംഗമത്തിൽ പറഞ്ഞത്. ഞാനിപ്പോൾ ഓർത്തു പോകുന്നു, ഞാൻ പല സ്ഥലത്തും അത് ഉദ്ധരിച്ചു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു. ഇവിടെ പഠിച്ച ഒരു കുട്ടി അവധിക്ക് വീട്ടിൽ ചെല്ലുമ്പോ ശരിക്കും നിസ്കരിക്കുന്നതും ദുആ ചെയ്യുന്നതും കണ്ടപ്പോൾ ഒരു വല്യമ്മ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പെണ്ണിനോട് പറഞ്ഞു അത്രേ, ഇനി എനിക്ക് മരിക്കാൻ മടിയില്ല, എനിക്ക് മരിക്കാൻ പേടിയില്ല. കണ്ണ് നിറച്ചുകൊണ്ടൊരു ഉമ്മ പറയുന്നു, എനിക്ക് മരിക്കാൻ പേടിയില്ല. എന്താ സംഭവം? നീ ഇങ്ങനെ ദുആ ചെയ്യാനും നീ ഇങ്ങനെ ഖുർആൻ ഓതാനും പഠിച്ച സ്ഥിതിക്ക് ഞാൻ മരിച്ചാൽ നിന്റെ ദുആ എന്റെ ഖബറിലേക്ക് വരുമല്ലോ. നീ എനിക്ക് വേണ്ടി ഖുർആൻ ഓതി ദുആ ചെയ്യുമല്ലോ, അത് മതി എനിക്ക്. ഇനി ഞാൻ എന്തിനാ മരിക്കാൻ പേടിക്കുന്നത്? ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ കൺകുളിർക്ക് തന്റെ കുഞ്ഞിനെ കാണുന്ന കുട്ടി, അതല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്?
അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമകളെ എണ്ണിയപ്പോ വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട അവന്റെ അടിമകളുടെ സ്വഭാവ വിശേഷണങ്ങളെ കുറിച്ച് എണ്ണി പറഞ്ഞപ്പോ വല്ലദീന യഖൂലൂൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, ഖുർറത അഅ്യുൻ, ഇതൊക്കെ എന്താ? ഈ ഖുർറത അഅ്യുന്റെ അർത്ഥം തന്നെ മഹാന്മാരായ വ്യാഖ്യാതാക്കൾ പറയുന്നു ലിഅന്നറാഹു മുതീഈന ലക, എന്റെ മക്കളെ, എന്റെ ഭാര്യയെ നിനക്ക് അനുസരിക്കുന്നവരായി ഞാൻ കാണണം, അതാണ് എന്റെ സന്തോഷം. മതിയല്ലോ. അള്ളാഹനെ പേടിക്കുന്ന ഒരു കുട്ടി നമുക്കുണ്ടെങ്കിൽ പേടിക്കേണ്ട. വാപ്പാന്റെ കബറിങ്ങ വന്നിട്ട് അല്ലെങ്കിൽ വിദൂരതയിൽ അവൻ ഇരുന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ, മാതാപിതാക്കൾക്ക് അവന്റെ പ്രാർത്ഥന വരും. അവർ ചെയ്യുന്ന സൽക്കർമ്മത്തിന്റെ ഗുണം കൊണ്ട് നാളെ പരലോകത്ത് മീസാൻ വർദ്ധിക്കുമ്പോ അന്നാലി ഹാദ, എവിടുന്ന് എനിക്കത് കിട്ടിയെന്ന് ബാപ്പ ചോദിക്കും, അമ്മ ചോദിക്കും. ബിസ്തിഗ്ഫാരി വലദികലക, നിന്റെ കുട്ടി നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തതിന്റെ ഗുണഫലമാണത് എന്ന് പറയപ്പെടുമെന്ന് പഠിപ്പിച്ചതാരാ? അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേണ്ടേ നമുക്ക് അങ്ങനത്തെ ഒരു സംവിധാനം? വളർത്തേണ്ട ഈ സംവിധാനത്തെ മനസ്സിനോട് ചോദിക്കും നിങ്ങൾ. അവിടെയാണ് മഹാന്മാർ പഠിപ്പിച്ച വാചകത്തിന്റെ പ്രത്യേകത. അദബ് പഠിപ്പിക്കണം നമ്മുടെ കുട്ടികൾക്ക്. വൽ അദബുൽ ഹസനു അൻ യുഅല്ലിമഹു യഖുലു, എങ്ങനെ തിന്നണമെന്ന് കുട്ടിയെ പഠിപ്പിക്കണം, എങ്ങനെ കുടിക്കണമെന്ന് കുട്ടിയെ പഠിപ്പിക്കണം. വകൈഫ യുആമിലുൻ നാസ്, ജനങ്ങളോട് എങ്ങനെ പെരുമാറുമെന്ന് പഠിപ്പിക്കണം. വകൈഫ യസ്അ ലിഐശിഹി ബൈനഹും, അവർക്കിടയിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കണം. അതാണ് സാമൂഹ്യ സേവനം. അത് കരിക്കുലത്തിലുണ്ട്. സമൂഹത്തോടെ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന കരിക്കുലം CS ഒരു സവിശേഷതയാണ്. മാത്രമല്ല വയുസ്നു അശീറതഹു വൽ വാജിബു അലൈഹി റബ്ബിഹി വലി ഖൽഖിഹി, കുടുംബത്തോടെ എങ്ങനെ പെരുമാറുന്ന ബാധ്യതയുണ്ട്. ഫയദ്ഖുലു ഫീ ഹാദാ തഅലീമുഹു മിമ്മാ യുനാസിബു സ്സമാന വൽ മകാൻ, സ്ഥലകാല സാഹചര്യം അനുസരിച്ചുള്ള പഠനം പോലും അതിൽ ഉൾപ്പെടുമെന്ന് ജാമിഉൽ ഉദ്ധരിച്ചുകൊണ്ട് മഹത്തുക്കൾ പഠിപ്പിക്കാം. നോക്ക് നിങ്ങൾ, എന്താ ഈ പറഞ്ഞതൊക്കെ? ഞാൻ സമയത്തിന്റെ കുറവ് കൊണ്ട് അടുക്കി പെറുക്കുക. ഇസ്ലാമിക ചരിത്രം പഠിച്ചു നോക്കൂ. അത്തരം പ്രതിഭകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് A to Z പഠിപ്പിച്ചു നമ്മുടെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുടുംബത്തിന്റെ നായികയെ നിങ്ങൾ എങ്ങനെ തയ്യാറാക്കി നോക്ക്. ഒരു ഉമ്മാനെ നിങ്ങൾ എങ്ങനെ സജ്ജീകരിച്ചു നോക്കതല്ലേ? വൽ ഉമ്മ മദ്റസത്തുൻ ഇദാ അഅദത്തഹാ, ഉമ്മ ശരിക്കൊരു വിദ്യാലയമാണ്. നീ ശരിക്കും അവിടെ തയ്യാറാക്കി. അഅദത്ത ശഅബൻ ത്വയ്യിബൽ അറാഖി, വേറൊരു തലമുറയാണ് നീ തയ്യാറാക്കുന്നത് എന്ന് എത്ര മനോഹരമായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചത്. ഒരു ഉമ്മ തലമുറയെ നമുക്ക് സജ്ജീകരിക്കാൻ പറ്റും. ആധുനികതയും പാരമ്പര്യവും കോർത്തിണക്കിക്കൊണ്ടുള്ള സിലബസിലൂടെ കുട്ടികളെ ശരിക്ക് സമന്വയിപ്പിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പാഠ്യ സംവിധാനം. അതല്ലേ ജനം ഇത് എത്ര പെട്ടെന്ന് ഏറ്റെടുത്തത്? നോക്ക് നിങ്ങൾ. ദുനിയാവിന്റെ പിന്നാലെ ഇങ്ങനെ ഓടുമ്പോൾ അതുണ്ടാവൂല. ദുനിയാവിന്റെ പിന്നാലെ ഓടുമ്പോൾ നമുക്കത് കിട്ടില്ല. മറിച്ച് പരലോകത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ചിന്ത നമ്മളെ കൽബിൽ വെക്കുമ്പോഴേ അതുണ്ടാവും. അതിന് നമ്മുടെ മനസ്സ് പരലോകത്തേക്ക് കടക്കണം. മനസ്സ് പരലോകത്ത് കടന്നാൽ എങ്ങനെയാ? അപ്പൊ പിന്നെ ദുനിയാവിന് കിട്ടുന്ന സമയത്ത് പോലും പറയില്ല. ഞാൻ വായിച്ചതിന്റെ ചരിത്രത്തിൽ സാലിം ഇബ്നു അബ്ദുള്ള എന്ന് പറഞ്ഞൊരു മഹാസൂഫി, അദ്ദേഹം മഹാനായ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന് പറയുന്ന പ്രമുഖ ഭരണാധികാരിയുടെ കാലത്ത് ജീവിച്ച ആളാ. ഒരു ദിവസം വിശുദ്ധ കഅബാലയം തുറന്ന് അതിൽ നിസ്കരിക്കുന്ന സമയത്ത്, ആ കഅബത്തിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക് ഇബ്നു മർവാൻ വന്നിട്ട് സാലിം റളിയല്ലാഹു തആലയോട് ചോദിച്ചു, സല്ലി ഹാജതക, നിങ്ങൾക്ക് എന്താ വേണ്ടത് പറഞ്ഞോളൂ ഞാൻ തരാമെന്നോ, നിങ്ങൾക്ക് എന്താ വേണ്ടത് പറഞ്ഞോളൂ ഞാൻ തരാം. അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, ഇന്നി അസ്തഹി മിനല്ലാഹ്, ഞാൻ പടച്ചറപ്പിനെ ഓർത്തുകൊണ്ട് ലജ്ജിക്കുന്നു. അൻ അസ്അല ഫീ ബൈതിഹി ഗൈറഹു, അല്ലാഹുവിന്റെ വീട്ടിൽ വെച്ച് വേറൊരാളോട് ചോദിക്കാൻ എനിക്ക് ലജ്ജയാണ്, ഞാൻ ചോദിക്കൂല. അള്ളാഹുവിന്റെ വീട്ടിൽ വെച്ച് രാജാവാണെങ്കിലും നിങ്ങളോട് ഞാൻ ചോദിക്കൂല, പടച്ചവരോട് ഞാൻ ചോദിക്കൂല, ഒന്നും ചോദിക്കാനില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും വ്യക്തിപ്രഭാവവും മനസ്സിലാക്കി എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും അദ്ദേഹം കഅബത്തിൽ നിന്ന് പുറത്തിറങ്ങി പള്ളിക്ക് പുറത്തായപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇനി ചോദിക്കൂ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഫലമ്മാ ഖറജ, അദ്ദേഹം പുറപ്പെട്ടപ്പോൾ ചോദിച്ചു, എന്ത് വേണം? അദ്ദേഹം അതിന് പറഞ്ഞത്, വല്ലാഹി മാ സഅൽതു ദുനിയാ മൻ യംലികുഹാ, അല്ലാഹുവാണ്, ഞാൻ ഇന്നുവരെ ദുനിയാവിന്റെ ഉടമയോട് ചോദിച്ചിട്ടില്ല. ദുനിയാവിന്റെ ഉടമ പടച്ച തമ്പുരാനല്ലേ, പടച്ചവനോട് ഞാൻ ദുനിയാവ് ചോദിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ അല്ലാഹുവിനോട് ഇതുവരെ ദുനിയാവ് ചോദിച്ചിട്ടില്ല. വല്ലാഹി മാ സഅൽതു ദുനിയാ, ഞാൻ ഇന്നവരെ ദുനിയാവ് ചോദിച്ചിട്ടില്ല. മൻ യംലികുഹാ, അതിന്റെ ഉടമയോട്. വകൈഫ അസ്അലു മൻ ലാ യംലികുഹാ, ദുനിയാവിന്റെ ഉടമ പോലുമല്ലാത്ത നിന്നോട് ഞാൻ എങ്ങനെ ചോദിക്കാം? നിനക്കൊരു ഉടമസ്ഥാവകാശവും ദുനിയാവിലില്ലല്ലോ. അതിന്റെ ഉടമയായ പടച്ചവനോട് ഞാൻ ദുനിയാവ് ചോദിച്ചിട്ടില്ല, ഞാൻ ആഖിറമേ ചോദിച്ചിട്ടുള്ളൂ. അത് നിനക്ക് തരാൻ പറ്റൂലല്ലോ. എന്നാ പിന്നെ നമ്മൾ തർക്കിക്കണ്ട, എനിക്കൊന്നും ചോദിക്കല്ല, നിങ്ങൾ പോയിക്കോ. അതാണ് വ്യക്തിത്വം.
മനുഷ്യന്റെ മനസ്സ് പരലോകത്തേക്കാണ് കടക്കുമ്പോൾ നമ്മൾ അങ്ങനെ. ഞാനത് പറയുമ്പോൾ ഓർത്തു പോകുന്നത് നമ്മുടെ ഉസ്താദുമാരുടെ ജീവിതം, നമ്മുടെ മഹാന്മാരുടെ ജീവിതം. ഞാൻ പടുത്ത് ബഹുമാനപ്പെട്ട മരിച്ചുപോയ സമസ്ത കേരള ജംഇയ്യത്തുൽ നായകൻ ഓക്കെ അർമിയ ഉസ്താദ് അള്ളാഹു അദ്ദേഹത്തിന് മൗഫറത്ത് കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ചെറിയ സ്മരണിക വായിച്ചു. ആ സ്മരണികയിൽ ഒരു സുഹൃത്ത് എഴുതി വെച്ചൊരു സംഭവമുണ്ട്. അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ കാല് പൊട്ടിയിട്ട് കമ്പിയിട്ടിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. കാല് ബെഡിൽ നിന്ന് ചെരിഞ്ഞപ്പോ കമ്പിയിട്ട കാല് സ്വാഭാവികമായും ചെരിയുമ്പോൾ ഒരു വേദന ഉണ്ടാവും. പൊളഞ്ഞുപോയി, കരഞ്ഞുപോയി, ഉറക്കെ കരഞ്ഞുപോയി. വേദന കൊണ്ട് മനുഷ്യൻ കരയും, ഉറപ്പല്ലേ? പക്ഷേ കരഞ്ഞപ്പോ എല്ലാവരും കൂടിയൊക്കെ ശാന്തമായി. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം രണ്ട് കയ്യും പൊന്തിച്ച് കിടന്നെടുത്ത് കിടന്ന് ദ്വാരം ഉത്തറേ അദ്ദേഹം ദ്വാരക്കുന്നത് കുട്ടികൾക്ക് ഇട്ട് ദ്വാഴ്ച എന്താണ്? പടച്ചോനെ, ദുനിയാവിൽ വെച്ച് നീ എന്നെ എത്രയും വേദനിപ്പിച്ചോ, നിന്റെ അടുത്ത് പരലോകത്ത് വരുമ്പോ വേദനിപ്പിക്കരുത്. ദുനിയാവിന് എത്രയും വേദനിപ്പിച്ചോ, പരലോകത്ത് വരുമ്പോ വേദനിപ്പിക്കരുത്. അത് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ അപ്പോഴേക്കും പടച്ചോനെ ഇങ്ങനത്തെ വേദന ഇനി തരരുത്, അല്ലെങ്കിൽ നീ എന്തിനാ എന്നെ എങ്ങനെ കഷ്ടപ്പെടുന്നു എന്നല്ലേ ചോദിക്കുക. ആ ചോദ്യത്തിന്റെ ഗൗരവം കണ്ട നിങ്ങൾ ദുനിയാവിൽ നിന്ന് എന്ത് വേദന തന്നാലും ശരി ഞാൻ സഹിച്ചുകൊള്ളാം, ഞാൻ പരലോകത്ത് നിന്റെ അടുത്ത് വരുമ്പോ നീ എന്നെ വേദനിപ്പിക്കരുത്. അത് പറഞ്ഞ് പഠിപ്പിച്ച മഹാന്മാർ അവരുടെ പാതയിലൂടെ സഞ്ചരിക്കോഹരമായ കാഴ്ചപ്പാടായത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഒരു കുട്ടിയെ ഒരുക്കി കഴിഞ്ഞാൽ, ഒരു വാഫിയെ ശരിക്കും ഒരുക്കിയിട്ട് സമൂഹത്തിന് സമർപ്പിച്ചാൽ ആ കുട്ടിയുടെ ജീവിതം, പ്രവർത്തനം അത് പോരെ. അതല്ലേ പ്രബോധനം, നമ്മുടെ ദൗത്യം അതല്ലേ? ദീനി ദഅവത്തല്ലേ നമ്മുടെ ജീവിത ലക്ഷ്യം. ആ ദഅവത്തിന് തുല്യമായി ലോകത്ത് തൂക്കിയാൽ ഒന്നും തുല്യമാകൂല എന്ന് പരിശുദ്ധ ഹബീബ് പറഞ്ഞതല്ലേ? ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് തൂക്കിത്തന്നാലും ദഅവത്തിന് കിട്ടുന്ന പ്രതിഫലത്തിന് തുല്യമാകില്ല എന്ന് പഠിപ്പിച്ചതാരാ? അള്ളാഹുവിന്റെ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകർ പഠിപ്പിച്ച ജീവിതം ഉണ്ടെങ്കിലല്ലേ ദഅവത്ത് നടക്കൂ. അതുകൊണ്ടല്ലേ 40-ാമത്തെ വയസ്സിൽ പ്രബോധനത്തിന് പരിശുദ്ധ പ്രവാചകർ ഇറങ്ങിയപ്പോൾ ചോദ്യം ചോദിച്ചല്ലോ. ശത്രുക്കൾ പലരും ചോദിച്ചപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. ഞാൻ നിങ്ങൾക്കിടയിൽ കുറച്ചു കാലം ജീവിച്ചിട്ട് 40 കൊല്ലത്തെ തുറന്ന ജീവിതം. ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ 40 കൊല്ലം ജീവിച്ചില്ലേ? ഈ നുബുവത്തിന്റെ സന്ദേശവുമായി ഞാൻ വരുന്നതിന് മുമ്പ് മിൻ ഖബ്ലിഹി, ഞാൻ ഈ സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതിന്റെ മുമ്പ് 40 കൊല്ലം ഞാൻ ജീവിച്ചില്ലേ? എന്റെ ജീവിതത്തിൽ ചെറിയ പുഴുക്കുത്ത് നിങ്ങൾ കണ്ടോ? കണ്ടോ? ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ വിശ്വസിച്ചില്ലേ? എന്നെ നിങ്ങൾ വിശ്വസിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ചോദിക്കാൻ പറ്റിയൊരു കുട്ടി വേണ്ടേ? ആ വിശുദ്ധ ജീവിതം സമൂഹത്തിന് സമർപ്പണം ചെയ്യണ്ടേ? അധാർമികത ലോകത്ത് ധർമ്മത്തിന്റെ കൈത്തിരി കത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരെയും വാർത്തെടുക്കണ്ടേ? അതല്ലേ നമ്മുടെ കുടുംബത്തിന്റെ ദൗത്യം? ഒഴുക്കിനെതിരെ നീങ്ങുകയാണ് നമ്മൾ, വളരെ പ്രയാസപ്പെട്ട് നീങ്ങുകയാണ് നമ്മൾ. കുട്ടികൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടാവൂല, കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാവും. ആദ്യകാലത്ത് കൊണ്ടുവന്നാക്കുമ്പോൾ കുട്ടികൾക്ക് പ്രയാസമുണ്ടാകും. പക്ഷെ അതുകൊണ്ട് ഇടുകിച്ചേരണം. അദബ് എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിച്ചവനെ നമ്മൾ മാനിക്കണം. അദബ് പഠിപ്പിച്ചുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ വരും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിലേക്ക് അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തും കടന്നു ചെല്ലുമ്പോൾ നബി തങ്ങൾ പരിഗണിച്ചില്ല എന്ന ഒരു തോന്നലിൽ പരിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ട് നബി തങ്ങൾക്ക് ഉപദേശം കൊടുത്തില്ല. അപസമത്വമല്ല, ഞാനിതിന്റെ പശ്ചാത്തലം വിശദീകരിക്കുന്നില്ല. നബി തങ്ങൾക്ക് തെറ്റുപറ്റിയതിൽ എന്റെ കാര്യകാരണങ്ങളൊക്കെ തഫ്സീറുകൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ആക്ഷേപം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നബി തങ്ങളോട് പറഞ്ഞത് ആർക്ക് വേണ്ടിയാ? കണ്ണ് കാണാത്ത സാധുവായ മനുഷ്യന് വേണ്ടി. എന്നാൽ ചരിത്രം പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകർ പ്രത്യേകം സ്വീകരിച്ചുകൊണ്ട് പറയും, മർഹബൻ ബിമൻ ആതബനി ഫീഹി റബ്ബി, മർഹബൻ ബിമൻ ആതബനി ഫീഹി റബ്ബി. ഈ മന്റെ കാര്യത്തിലാണ് പടച്ചറബ്ബ് എന്നെ ആക്ഷേപിച്ചത്. മർഹബൻ, അതിന് സ്വാഗതം. കാരണം അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി, എന്നെ റബ്ബ് അദബ് പഠിപ്പിച്ചത് ഇയാളെ കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ നല്ല സംസ്കാര സമ്പന്നനായി. അതിന് കാരണക്കാരൻ ഈ വ്യക്തിയാണ് എന്ന് പറയുമായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോ ഇവനെക്കൊണ്ട ഈ ഗുരുത്തകരുണ്ടായതല്ല, അപ്പൊ പിന്നെ കണ്ടാ ദേഷ്യം. നേരെ മറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ സ്വഭാവം. ഉസ്താദുമാർ കുട്ടികളോട് അങ്ങനെ തന്നെ പെരുമാറും. അദബ് പഠിപ്പിക്കും, ശിക്ഷണങ്ങൾ ഉണ്ടാകും, നിയന്ത്രണങ്ങൾ ഉണ്ടാകും. പാലിക്കാൻ പഠിക്കണം. ഇവിടുത്തെ നിയമങ്ങളെ അനുസരിക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. 8 കൊല്ലം കഴിഞ്ഞ് കുട്ടി പുറത്തു വരുമ്പോ, PG ക്യാമ്പസിൽ നിന്ന് കുട്ടി പുറത്തു വരുമ്പോ അതിന്റെ ഗുണം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അനുഭവിച്ചില്ലേ സമൂഹം? നിങ്ങൾ വായിച്ചില്ലേ പത്രത്തിൽ? 5 PhD-ക്കാർ കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു വന്നു. 5 PhD-ക്കാർ, 5 പേർ PhD നേടുന്നു കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപൂർവ സംഭവങ്ങളാണ്. നിങ്ങൾ ഓർക്കണം, ഈജിപ്തിൽ അല്ല സർവകലാശാലയിൽ നിന്നല്ല, കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അവർ PhD നേടുന്നത്. 46 കോളേജുകളുടെ CSE സംവിധാനത്തിൽ അതിന്റെ തൊപ്പിയിൽ തുന്നിച്ചേർക്കാൻ പറ്റുന്ന അഭിമാനകരമായ നേട്ടമല്ലേ കുട്ടികളുണ്ടാക്കിയത്? മാത്രമല്ല, നമ്മൾ കേവലം ഇതൊക്കെ പറയുമ്പോ മതത്തിനും മതസംസ്കാരത്തിനും സമത്വയുടെ പന്ഥാവിനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേർധാരക്കും 100% പ്രാമുഖ്യവും പ്രാധാന്യവും നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോ
അതിന്റെ അപ്പുറത്ത് ലോകതലത്തിലേക്കുള്ള വ്യാപനത്തിന്റെ സംവിധാനങ്ങളൊന്നും കൊട്ടിയടച്ചിട്ടില്ല. എല്ലാ യൂണിവേഴ്സിറ്റികളുമായി ലിങ്ക് ചെയ്യുന്ന സംവിധാനമുണ്ട്. ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ് ലീഗ്, അതുമായി ലിങ്കല്ലേ? ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ് ലീഗുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. കെയ്റോ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഹംദർ സർവകലാശാല, ജാമിയ മില്ലിയ, ഇത് നാലുമായും ശരിക്കും ഇന്ത്യ മഹാരാജ്യത്ത് അഫിലിയേറ്റ് ചെയ്യപ്പെട്ട സംവിധാനം ഇവിടെയുണ്ട്. അവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. നമ്മുടെ ഭൗതിക കലാലയത്തിൽ പഠിക്കുന്ന കുട്ടികളും മാക്സിമം അവിടെ തന്നെയാണ് എത്തുന്നത്. അറബ് ലീഗ് എഡ്യൂക്കേഷണൽ കൾച്ചർ ആൻഡ് സയന്റിഫിക് ഓർഗനൈസേഷൻ, അതിൽ ബന്ധമുണ്ട്. സമയം ക്ലോസ് ആയിരുന്നു, ടൈം കഴിഞ്ഞിട്ടുണ്ട്, ദീർഘം അവസാനിപ്പിക്കാം. മാത്രമല്ല നാഷണൽ കൗൺസിൽ ഫോർ പ്രൊമോഷൻ ഓഫ് ഉറുദു ലാംഗ്വേജസ്, അതിലംഗമാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ അംഗീകാരമുള്ള ഒരു ബോഡിയിൽ ചുരുക്കത്തിൽ പരമ്പരാഗതമായി സമസ്തയുടെയും പാരമ്പര്യത്തിന്റെയും പന്ഥാവിൽ നിൽക്കുന്നതോടൊപ്പം ഇക്കണ്ട യൂണിവേഴ്സിറ്റികളുമായി ഒക്കെ ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ വളരെ മനോഹരമായ പഠനമാണ് ശരിക്കും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഈ സംവിധാനത്തെ വിപുലപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. ഞാൻ ചുരുക്കുകയാണ്. ഈ സംവിധാനത്തെ വിപുലപ്പെടുത്താൻ ഇവിടെ ഏറ്റവും പ്രധാനമായി എന്റെ പ്രസംഗത്തിന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാറുണ്ട്. ഇവിടെ കുട്ടികൾ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇൽമ് പഠിക്കുമ്പോൾ കുറച്ച് പ്രയാസങ്ങളുണ്ടാകും, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും, തേടിപ്പിടിക്കാൻ അധ്വാനിക്കേണ്ടി വരും. ചരിത്രത്തിൽ റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധനാണ്, ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഒരു ഹദീസ് എവിടെയെങ്കിലും ഉണ്ടെന്ന് അദ്ദേഹം കേട്ടാൽ, ഇദാ ബലഅനിൽ ഹദീസു ഇൻദ റജുലിൻ മിൻ സ്വഹാബതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ കയ്യിൽ ഒരു ഹദീസ് ഉണ്ടെന്ന് കേട്ടാൽ, അതൈതു, ഞാൻ പോകും, ബാബ ബൈതിഹി ഫീ വഖ്തി ഖൈലൂലതിഹി, അവർ ഉച്ചയുറക്കം നടക്കുന്ന സമയത്ത്, കൈലൂരത്തിന്റെ സമയത്ത്, ഉച്ചയ്ക്ക് മുമ്പുള്ള ഉറക്കത്തിന്റെ സമയത്ത് ഞാൻ അവരുടെ വീട്ടിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ തവസ്സദതു ദിദാഇ, ഞാൻ എന്റെ മുണ്ട് വിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. ഇന്ത അത്തബത്തി ദാരിഹി, വീടിന്റെ ഉമ്മറപ്പടിയിൽ. നോക്കണം നിങ്ങൾ, ആരാണിത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ. അബ്ബാസ് റളിയല്ലാഹു തആല മക്കയിലെ കിരീടം വെക്കാത്ത രാജാവിനെ പോലെ ജീവിച്ച പ്രമുഖനാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പിതൃവ്യനാണ്. ആ മനുഷ്യന്റെ പുത്രൻ, അംഗീകാരമുള്ള വ്യക്തി, ചെറിയ സ്വഹാബിയാണെങ്കിലും വീട്ടിന്റെ പടിക്ക പോയി ഉമ്മറപ്പടിയിൽ മുണ്ട് വിരിച്ചിരിക്കും. ആ ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, പൊടി പറക്കും, ദേഹത്ത് ശരീരത്തൊക്കെ പൊടി പറക്കും. ഇയാൾ ഉണർന്നു വരുന്ന സമയത്ത് കാണുന്നത് ഇദ്ദേഹത്തെ ആയിരിക്കും. അവർ ചോദിക്കും, യബ്ന അമ്മി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പിതൃവ്യപുത്ര, മാ ജാഅ ബിക, ഞാനങ്ങോട്ട് വരൂലേ? മഹാനവറുകൾ അതിന് മറുപടി പറഞ്ഞെന്താ? അനക്ക് ഒന്നുകൊണ്ട് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ട വ്യക്തിയാണ്. കാരണം എന്താ? ഞാനിവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കരഫൽ അറിവ് തേടി പോകണം, അറിവ് നമ്മളെ തേടി വരൂല. എന്നിട്ട് അദ്ദേഹം വളരെ മനോഹരമായി ഹദീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ രേഖപ്പെടുന്നു, അധ്വാനിച്ചിട്ടാ പഠിച്ചത്. ആരാന്റെ ഉമ്മറപ്പടിയിൽ പോയി മുണ്ട് പിടിച്ചിരിക്കാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാക്ക് ഒരു തരത്തിലും അഭിമാനക്ഷതമുണ്ടായില്ല. ആരാന്റെ ഭക്ഷണം കഴിക്കാനും പഠിക്കണ്ട, ആരാന്റെ ഔദാര്യം നേടാനും പഠിക്കണ്ട. അതുകൊണ്ടാണ് അദ്ദേഹം ഉയർന്നത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല പോലും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, ഇന്നഹു ഫതൽ ഖുഹൂൽ, നല്ല പക്വതയും പാകതയുള്ള വ്യക്തിയാണ് അദ്ദേഹം. ലഹു ലിസാനുൻ സഊലും വഖൽബുൻ അഖൂൽ, കൃത്യമാക്കാൻ അദ്ദേഹത്തിന് മതി. അതാണ് മനസ്സിലാക്കാൻ പറഞ്ഞ കാര്യം. നമ്മുടെ കുട്ടികൾക്ക് അതുണ്ട്. ഒരു പ്രചോദനം മാത്രം, ഒരു മോട്ടിവേഷൻ മാത്രം നമ്മൾ നൽകിയാൽ മതി. നമ്മളൊന്നിങ്ങോട്ട് പറഞ്ഞയച്ചാൽ മതി. മാത്രമല്ല അതിനുവേണ്ടി ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചു, അഫ്ദലു സ്വദഖത്തി, സ്വദഖയിൽ വെച്ച് ഏറ്റവും വലിയ സ്വദഖ എന്താ? അയ്യതഅല്ലമൽ മർഉൽ മുസ്ലിമു ഇൽമൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഇൽമു പഠിക്കുക. സുമ്മ യുഅല്ലിമുഹു അഖാഹുൽ മുസ്ലിം, അത് തന്റെ മുസ്ലിമായ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുക. ഏറ്റവും വലിയ സ്വദഖ അതാ. സ്വദഖയിൽ വെച്ച് ഏറ്റവും വലിയ സ്വദഖ ഒരു മുസ്ലിമായ മനുഷ്യൻ ഇൽമു പഠിക്കുക. എന്നിട്ട് ആ ഇൽമ മറ്റുള്ളവർ പഠിപ്പിക്കുന്ന ആളുകൾ ആർത്തെടുക്കുന്ന ഒരു കേന്ദ്രത്തിന് വേണ്ടി നമ്മൾ കൊടുത്താലോ? നേരത്തെ ബാപ്പു ഹാജിയെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചില്ലേ? അദ്ദേഹം ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം തന്നെ വാഫി കോളേജ് അതിന്റെ ക്യാമ്പസ്, PG ക്യാമ്പസ് ഉയരേണ്ടതുണ്ട്. നിങ്ങൾക്കൊന്ന് മനസ്സുകൊണ്ട് ചിന്തിക്ക്. മരിച്ചു പോകേണ്ടവരാ നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരാ. ഈ അന്തസ്സും സൗകര്യം നടന്നോളന്നില്ല, ഒക്കെ പോകും, എല്ലാം പോകും. അങ്ങനല്ലേ? ഈ സൗകര്യ സംവിധാനമൊക്കെ പോകൂലേ?
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മഹത്തായ പ്രയാണത്തിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ അഫ്ളു സ്വദഖത്തി അൻ യതഅല്ലമൽ മർഉൽ മുസ്ലിം ثم يعلمه അഖാഹു. സ്വയം പഠിക്കുക, മറ്റുള്ളവർക്ക് പഠിപ്പിക്കുക, അതാണ് സ്വദഖയിൽ വെച്ച് ഏറ്റവും വലിയ സ്വദഖ എന്ന് പറഞ്ഞല്ലോ. ആ സ്വദഖ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്ദർഭത്തിലേക്കാണ് ഞാൻ നിങ്ങളെ മനസ്സിനെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ സാഹൂതം വീക്ഷിക്കുന്നു, മനസ്സിലാക്കുന്നു. നമ്മുടെ മക്കൾ നന്നാകണം, പോരാ, നമുക്ക് ദഅവത്തിന്റെ പ്രതിഫലം കിട്ടണം. അല്ലദീ അൻഫഖ മാലഹു ഫിൽ ബിർ എന്ന് പറഞ്ഞിടത്ത് നമ്മൾ എത്തണം. ബഹുമാനപ്പെട്ട ബാബു ഹാജി സംഭാവന ചെയ്ത മഹോന്നതമായ ആ സ്ഥലത്തിന്റെ ഒരു വലിയ സൈറ്റ് പ്ലാൻ നിങ്ങളുടെ കവാടത്തിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പോകാം, കാണാം, മനസ്സിലാക്കാൻ അവസരമുണ്ടാകും ഭക്ഷണം കഴിക്കുന്ന സമയത്തും മറ്റുമൊക്കെ. അതിൽ ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ അടിയന്തരമായി വേണ്ടത് അക്കാഡമിക് ബ്ലോക്കും അതുപോലെ തന്നെ ക്യാന്റീനും. അക്കാഡമിക് ബ്ലോക്കിന് 30,881 സ്ക്വയർ ഫീറ്റ് അക്കാഡമിക് ബ്ലോക്കിനുണ്ട്. സ്ക്വയർ ഫീറ്റ് 8,000 സ്ക്വയർ ഫീറ്റ് ക്യാന്റീനും ചെറിയൊരു സൗകര്യം മോസ്റ്റിൽ പള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലം നടക്കും, എങ്കിലും പൂർണ്ണമാകില്ല. ചുരുക്കത്തിൽ 38,881 സ്ക്വയർ ഫീറ്റ് അതിൽ കെട്ടിടം നിർമ്മിക്കണം, ഉടനെ ആരംഭിക്കണം. നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ 38,881 എന്ന് പറയുമ്പോൾ 39,000 സ്ക്വയർ ഫീറ്റ്. 39,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് വരെ 1,600 ഇന്ത്യൻ രൂപയാണ്. സ്ക്വയർ ഫീറ്റ് മാറിച്ചാൽ 39,000 സ്ക്വയർ ഫീറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് സംവിധാനിക്കാവുന്നതേ ഉള്ളൂ. കുട്ടിക്ക് ഇവിടേക്കാക്കിയിരിക്കുന്നത് അവന്റെ പഠനവും കിടത്തവും ഒക്കെ കൂടി ഒരു 50 സ്ക്വയർ ഫീറ്റ് ഒരു കുട്ടിക്ക് വേണ്ടിവരും. ഏകദേശമാണ് ആ കണക്ക്. അങ്ങനെ വരുമ്പോൾ തന്നെ കുട്ടിക്ക് ചെയ്യാൻ പഠന സൗകര്യം, അവന്റെ കട്ടിലും മറ്റ് സൗകര്യം 1,00,000 രൂപ ഒരു കുട്ടിക്ക്. ഒരു കുട്ടിയുടെ പഠന ചെലവ് എന്ന് പറഞ്ഞാൽ ഭൗതികമായി അവന്റെ പഠനത്തിന് ഉള്ളത് വരെ ഭക്ഷണവും അനുബന്ധ ഇൻഫ്രാസ്ട്രക്ചർ പ്രത്യേകതയുണ്ട്. ഒരിക്കൽ കൊടുത്താൽ ആ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏത് കുട്ടി കാലാന്ത്യം വരെ പഠിക്കുന്നോ, നിലനിൽക്കുന്ന കാലം വരെ പഠിക്കുന്നോ, ആ 1,00,000 പ്രതിഫലം അയാളെ കബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ഇത്ര വലിയ സംവിധാനം പറയേണ്ട. ഈ സദസ്സിൽ ആളുകളുണ്ട്, എനിക്കറിയാം. അതിനുവേണ്ടി കൊടുക്കാൻ കേൾപ്പുള്ള പ്രഗത്ഭമതികളായ ആളുകളുണ്ട്. നമുക്ക് സാധ്യമാകും. ഏറ്റവും ചുരുങ്ങിയത് സ്ക്വയർ ഫീറ്റുകൾ വെച്ച് 10, 20, 25 സ്ക്വയർ ഫീറ്റുകൾ കൊടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. ചോദിച്ചാൽ നിങ്ങൾ അഡ്രസ് സഹിതം ഇവിടെ കിട്ടും. ഞാൻ പറയുന്നു, വരുമ്പോഴേക്കും ഒരുപാട് ആളുകളുടെ സംഭാവനയുടെ പറഞ്ഞ സ്ഥലത്ത് എന്റെ പുറത്ത് എന്തുകൊണ്ട് നമുക്ക് കൂടാ ഒരു സ്റ്റേറ്റ് എടുക്കാൻ ഒരാളും ഉണ്ടാകില്ല എന്നാണ് എന്റെ അഭിപ്രായം. പരലോകത്തെ വേണ്ടി അത് വിശുദ്ധ നമ്മളെ പഠിപ്പിച്ച ഈ ദൗത്യം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകൾ ഇപ്പൊ തന്നെ മനസ്സെടുത്ത് ചിന്തിക്കണം. കൊണ്ടുപോകില്ലല്ലോ, ബാപ്പുഹാജിക്ക് കൊണ്ടുപോകാനുള്ള വിവേകം നേടി കൂടെ നമ്മൾ നിൽക്കണ്ടേ? ഒരു മലയാള കവി മനോഹരമായിട്ട് നമ്മളോട് ചോദിച്ചുള്ളൊരു ചോദ്യം, നിങ്ങൾ കൊണ്ടുപോകുമോ വല്ലത്? ഒരിക്കലും ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. മുകളിലിരിക്കുന്ന ആളുകൾ മുഴുവൻ വത്തഖൂയ വമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അതിനല്ലേ നമ്മുടെ മാനസികമത് കിട്ടാൻ ഉള്ളതൊക്കെ അതിർത്തിയിൽ ത്യജിക്കണം. തിരിച്ചു പിന്നെ വരില്ല, കരത്തിലുള്ളതൊക്കെ ത്യജിക്കണം. കൊണ്ടുപോകയില്ല, മണ്ണർന്നു പോകൂലല്ലോ. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചരിത്രത്തിച്ചിട്ട് നിങ്ങൾ ഗവൺമെന്റ് പോകും അലാപുറത്തേക്ക് വലിച്ചിട്ട് ഇതിനെ ശവമഞ്ചം കൊണ്ടുപോകാൻ സാമന്തന്മാരെ ശക്തം കിട്ടിയെന്ന് ചരിത്ര പുസ്തകത്തിൽ വായിച്ചപ്പോൾ ഓർക്കുന്നു നമ്മൾ. ഒരിക്കലും നമ്മളൊന്നും കൊണ്ടുപോകൂല, കരത്തിലുള്ളതൊക്കെ നാം അറിയിക്കണം എന്നാ എഴുതി കൊണ്ടുപോകാനുള്ളതാണത്. നാളെ പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ളത്. ഒരു കുട്ടി പഠിക്കാൻ ഇരിപ്പിടം അതുപോലെ തന്നെ സൗകര്യത്തിന് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്താൽ കൃത്യം പറഞ്ഞല്ലോ കണക്ക് 1,500 സ്ക്വയർ ഫീറ്റ്, 1,500 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന്. ഒരു കുട്ടിക്ക് 50 സ്ക്വയർ ഫീറ്റ് വരും 75,000 രൂപ. മറ്റ് സൗകര്യങ്ങൾ കൂട്ടി ചേർത്താൽ
ഒരു കുട്ടി തീരും. അക്കാര്യം പറഞ്ഞാത്ത വർദ്ധിറ്റി ഞാൻ പറയുന്നു, ഈ സദസ്സ കുടുംബങ്ങളിൽ കൊടുത്ത് പിരിഞ്ഞു പോകരുത്. വരുമില്ല തുടങ്ങാൻ ആളുകളുണ്ടാവും. നമ്മുടെ ഭാഗത്തെ സുഹൃത്തെ പിന്നാലെ നിൽക്കാൻ കെൽപ്പുള്ള ആളുകൊണ്ട് നമ്മുടെ സദസ്സിലില്ല. ഒന്ന് കൊടുത്തയച്ച് സഹോദരങ്ങളെ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദൗത്യ നിർവഹണത്തിൽ പങ്കാളികളാകുന്ന ആളുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പരലോകത്തെ പ്രതിഫലവും നൽകുമാറാവട്ടെ. അല്ലാഹു വിശാലമായി നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കിത്തരും. ഒരിക്കലും നമ്മൾ പുറകോട്ട് പോകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ ഓർക്കണം. നമ്മുടെ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമല്ലേ നമ്മൾ ചെയ്യുന്നത്? ഈ ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ മക്കൾ ഉയരുമ്പോ നാം ആരായിരുന്നു എന്നുകൂടി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു കാലഘട്ടത്തിൽ നമ്മൾ എവിടെയായിരുന്നു? മുസ്ലിം സ്പെയിൻ ലോകത്ത് വരുത്തിവെച്ച പരിവർത്തനത്തിന്റെ ചിത്രം നമുക്ക് മറക്കാൻ പറ്റുമോ? ആ ഒരു സ്പെയിൻ ഇവിടെ സൃഷ്ടിക്കപ്പെടും. ആ ഒരു സ്പെയിനിന്റെ ഭാവന നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ചരിത്രകാരന്മാർ മനോഹരമായിട്ട് പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് ദ മുസൽമാൻ സയൻസ്, മുസൽമാൻ ആർട്ട് ആൻഡ് മുസൽമാൻ ലിറ്ററേച്ചർ. മുസൽമാന്റെ സയൻസും മുസൽമാന്റെ കലയും മുസൽമാന്റെ സാഹിത്യവുമാണ് ദാറ്റ് യൂറോപ്പ് ഹാസ് ബീൻ ഇൻ എ ഗ്രേറ്റ് മെഷർ. ഒരു വലിയ അളവിൽ യൂറോപ്പ് ഇൻഡപ്റ്റഡ് ഫോർ ഇറ്റ്സ് എസ്റ്റിക്കേഷൻ. അതിന്റെ ആ പുറന്തള്ളിൽ അതിൽ ഏറ്റവും കൂടുതൽ അവരെന്ത് പുറന്തള്ളി? ഫ്രം ദ ഡാർക്ക്നെസ് ഓഫ് ദ മിഡിൽ ഏജ്. മിഡിൽ ഏജിലെ ഡാർക്ക്നെസ് അവർ പുറന്തള്ളിയില്ലേ? അത് പുറന്തള്ളിയത് ഏറ്റവും വലിയ നമുക്കുണ്ടായിരുന്നു, നമ്മൾ ജീവിച്ചിരുന്നു. വിക്ടർ റോബിൻസൺ ശരിക്കും പറഞ്ഞല്ലോ. അയാൾ തന്റെ പുസ്തകത്തിൽ മനോഹരമായിട്ട് പറഞ്ഞു, യൂറോപ്പ് വാസ് ഡാർക്കൻഡ് ആൻഡ് സൺസെറ്റ്. യൂറോപ്പ് ഇരുണ്ട് സൂര്യാസ്തമയ സമയത്ത് യൂറോപ്പ് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുട്ടിൽ ആണ്ട് നിൽക്കുമ്പോ കോർഡോവ ഷോൺ വിത്ത് പബ്ലിക് ലാംപ്സ്. കോർഡോവ നല്ല മനോഹരമായ തെരുവ് വിളക്കുകൾ കൊണ്ട് പ്രശോഭിതമായി. എന്തുകൊണ്ട്? ആ പ്രശോഭിതമാക്കത്തക്കവണ്ണം ഇൽമും തഖ്വയും ഭൗതിക ബോധവുമുള്ള ഡോക്ടർമാരും എഞ്ചിനീയർമാരും നല്ല നല്ല ബുദ്ധിജീവികളും അന്ന് കോർഡോവയിൽ ജനിച്ചു വളർന്ന് മുന്നോട്ട് പോയിരുന്നു. ആ ഒരു സമീപനം നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ ഒത്തുപിടിച്ചാൽ വാഫി കൂട്ടായ്മ കൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ക്യാമ്പസിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികൾക്ക് സാധ്യമാകുമെന്ന ശുഭപ്രതീക്ഷ നമ്മുടെ മുമ്പിലുണ്ട്. ആ ശുഭപ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ ശുഭപ്രതീക്ഷ നിലവിൽ വരാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനം ചെയ്യണം. വഫിയയും അതുപോലെ തന്നെ. വഫിയക്കും അവിടെ സംവിധാനം വരും. അതിനും ഈ സംവിധാനം വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അത്ഭുതകരമായ ചരിത്രം ദേശ മഹിളാമണികളെ ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തുമ്പോ എന്തുകൊണ്ട് അവരിലേക്ക് നമുക്ക് തിരിച്ചു പോയിക്കൂടാ? അസ്മാ ബിൻത് യസീദ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് ചരിത്രം പറഞ്ഞ് 81-ലധികം ഹദീസ് നിവേദനം ചെയ്തൊരു പെൺകുട്ടി നേരെ വന്നിട്ട് ചോദിക്കുക, നബി തങ്ങളെ, ദഹബർ റിജാൽ ബിൽ ഫദ്ലി വൽ ജിഹാദ്, പുരുഷന്മാർ ജമാഅത്തിന് പോകുന്നു, ജിഹാദിന് പോകുന്നു, ഫമാലനാ അമലുൻ നുദ്രികു ബിഹി അമലൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന യോദ്ധാക്കളുടെ പ്രതിഫലം ഞങ്ങൾക്കും വേണ്ടേ? ഞങ്ങൾ പെണ്ണുങ്ങൾ എങ്ങനെ പ്രതിഫലമുള്ളവരാകും? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ഇന്ന ത്വാഅത സൗജി വഅതറാഫും ബിഹഖിഹി യഅദിലു ദാലിക. ഭർത്താവിനനുസരിച്ചുകൊണ്ട് നീ ശരിക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിന്നാൽ അതിന് ഈ ചോദ്യം പെണ്ണിൽ ശുദ്ധതയെ അറിയിച്ചു. പ്രവാചകർ എടുത്തു പറഞ്ഞു, അവിടെ നമ്മൾ ഓർക്കണം, അങ്ങനെ ഒരു പെൺകുട്ടി സമൂഹത്തിൽ വളർന്നു വരണമെങ്കിൽ ആ പെൺകുട്ടിക്ക് ദീൻ കൊടുക്കണം. നമ്മുടെ കുട്ടികൾക്കും അവിടെ എത്താൻ കഴിയും. ദഅവത്ത് നടത്തിയ പെണ്ണുങ്ങളുടെ ചരിത്രം സമൂഹത്തിലുണ്ട്. ആ ചരിത്രം സംവിധാനമില്ലല്ലോ. അതുകൊണ്ട് സമൂഹം സ്വീകരിച്ച ഏറ്റവും നല്ല ഒരു സംവിധാനം എന്ന രീതിയിൽ ഈ സംവിധാനത്തെ നെഞ്ചേറ്റിരിക്കുന്ന നമ്മൾ തീർത്തും ഇതിനോട് പ്രതികരിക്കുന്നവരാകണം. ഈ സദസ്സ് പിരിയുന്നതിന്റെ മുമ്പ് നമ്മുടെ വാഫി ക്യാമ്പസിന്റെ PG കോഴ്സ് ആരംഭിക്കുന്ന നമ്മുടെ ആ PG ക്യാമ്പസ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് മനസ്സിലൊരു ധൈര്യം കിട്ടത്തക്ക വിധം ഇനി നമ്മൾ ആരും സഹകരിച്ചില്ലെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിന്റെ തെളിവാണ് നിരവധി പ്രതിസന്ധികൾക്ക് മധ്യയും ഇത്ര മനോഹരമായ ഒരു സംവിധാനം നമുക്കൊരുക്കാൻ കഴിഞ്ഞത്. ആ മനോഹര സംവിധാനത്തിന്റെ പിന്മുറക്കാരായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇനിയും അത് ഏറ്റെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അനുവദിച്ച സമയത്തേക്കാൾ വളരെ കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കുള്ള ഒരു കലക്ഷൻ സ്വരൂപണത്തിന് വേണ്ടി കൂടിയായിരുന്നു എന്ന ആ നല്ല ബോധ്യത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട സദസ്സ് ക്ഷമിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങളെപ്പോലെ ഈ കുടുംബത്തിലൊരു അംഗമെന്ന രീതിയിൽ, എന്റെ മകനും കൂടി പഠിക്കുന്ന ഒരു സംവിധാനം എന്ന രീതിയിൽ ഇതിന്റെ വിജയം കൺകുളിർക്ക് കാണാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന
ഒരു നല്ല നിങ്ങളെപ്പോലത്തെ ഒരു രക്ഷിതാവിന്റെ കൂട്ടത്തിൽ ഒരാൾ, ഒരു നല്ല രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ ഒരാൾ എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ നിങ്ങളോട് സംവദിച്ചത്. പുറത്തു നിന്നുള്ള ഒരു സംവേദനമായി, പുറത്തുനിന്ന് വന്നുള്ളൊരു പ്രസംഗമായി നിങ്ങൾ ഇതിനെ കാണണ്ട. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പരസ്പരം മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് പകർന്നത് പോലെയാണ് ഞാൻ നിങ്ങളോട് പകർന്നു തന്നത്. അതുകൊണ്ട് ലുക്മാനുൽ ഹക്കീം തങ്ങൾ തന്റെ മകന് കൊടുത്ത സതുപദേശം പോലെ, ആ മകൻ വളർന്നു വന്നതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മുടെ മകനും നമ്മുടെ മകൾക്കും നല്ല ഇസ്ലാമിക നിർദ്ധാരയിലൂടെ വളർന്നു വരാൻ അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സംവിധാനത്തെ അല്ലാഹു പൂർവോപരി ശക്തിപ്പെടുത്തുമാറാവട്ടെ എന്ന ഹൃദയനിർഭരമായ പ്രാർത്ഥനയോടുകൂടി 10 സ്ക്വയർ ഫീറ്റ് ഒരാള്, MP അലി ഹാജി ഓമാനൂർ 10 സ്ക്വയർ ഫീറ്റ് ഒരു വ്യക്തി ആദ്യമായി, അതുപോലെ തന്നെ 50 സ്ക്വയർ ഫീറ്റ് മറ്റൊരാൾ. അദ്ദേഹത്തിന്റെ നമ്പർ എഴുതി തന്നിട്ടുണ്ട്, നമ്പർ വെച്ചോളൂ. ഒരു കുട്ടി ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥിയാണ്. ഒരു കുട്ടിക്ക് ആവശ്യം 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ ഒരു കുട്ടിക്ക് ആവശ്യമായ ധാരണ തന്നത് ഷറഫുദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. പറഞ്ഞത് ആദ്യം വലിച്ചത് 1 ലക്ഷം രൂപ ഒരാൾ എഴുതി തന്നിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. TTK ഖാദർ ഹാജി നാദാപുരം ശംസുലമ വാഫി കോളേജ് പ്രസിഡന്റ്, സ്ക്വയർ ഫീറ്റ് 50. അർഹമുറാഹിമായ തമ്പുരാനെ, ആരാണോ ഇത് നൽകിയത് അവരെ നിനക്കറിയാം. അവരുടെ എല്ലാ ശാരീരിക മാനസിക വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ തമ്പുരാൻ. എല്ലാവരും ദുആ ചെയ്യണം. മുഹമ്മദ് പി, അദ്ദേഹം 1 ലക്ഷം രൂപ അദ്ദേഹം സംഭാവന ചെയ്തിരിക്കുന്നു. ഒന്ന് എഴുത്തരൂ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ രംഗത്തൊക്കെയാണ് ഒരുമിച്ച് നിൽക്കേണ്ടത്. ഇതാണ് ശരിയായ നമ്മുടെ ഐക്യവും ഇതാണ് ശരിക്കുള്ള മുസ്ലിം ജമാഅത്ത്, വേറുള്ളതല്ല. അതിലേക്ക് നമ്മൾ തിരിയണ്ട. ഞാൻ ആ ഭാഗത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം ചരിത്രത്തിലേറ്റ് ഞാൻ കൂടുതൽ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്. ഇന്നലെ വേൾഡ് ഫൗണ്ടേഷൻ ഫോർ മെന്റൽ ഹെൽത്ത് ലോക മാനസികാരോഗ്യ ദിനമായിരുന്നു. അപ്പൊ ആ ദിനത്തിൽ ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും, അതിനെ വിട്ടേക്ക്. കാരണം 1992 മുതൽ ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ മാനസിക വൈകല്യമുള്ളവരുടെ ദിവസമാണത്. അവർക്ക് നല്ല മനസ്സ് പടച്ചറപ്പ് നൽകുമാറാവട്ടെ. ആ ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, അതൊക്കെ അങ്ങനെ തന്നെ പോകും. അസീസ് ഹാജി പുത്തൻചിറ 1 ലക്ഷം രൂപ, ബീരാൻ ഹാജി പുത്തൻചിറ 1 ലക്ഷം രൂപ, ലത്തീഫ് ഹാജി 1 ലക്ഷം രൂപ. എല്ലാവരും ഈ ആളുകൾ എനിക്ക് നേരിട്ട് അറിയില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബോധനം കേട്ട് ഇതിലേക്ക് സംഭാവന ചെയ്യാൻ മനസ്സുകൊണ്ട് തയ്യാറായ ആളുകൾക്ക് അല്ലാഹു ശാരീരിക ആരോഗ്യവും സമ്പത്തും സൗഭാഗ്യങ്ങളും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഇവർക്ക് നീ ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. ഒന്ന് ആമീൻ പറയും കൂട്ടിനെ. ഒരാൾക്ക് കിട്ടുന്നത് കിട്ടിക്കോട്ടെ, നമ്മൾ കൊടുത്തില്ലെങ്കിലും. ഒരു പിശുക്കില്ലാതെ ആമീൻ പറയാലോ, അതിനെന്താ കുഴപ്പം? 10,000 രൂപ ഒരു വ്യക്തി സംഭാവന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ചെയ്യുമാറാവട്ടെ. ഓരോരുത്തരെയും ആമീൻ പ്രധാനമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ തന്നെ ചോദിക്കുന്നത്. അർഹമുറാഹിമായ തമ്പുരാൻ ഇത് നൽകിയവർക്ക് ഖൈർ നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഇതിനുവേണ്ടി പണം കൊടുക്കുന്ന ആളുകളെ ഒരിക്കലും മരണം വരെ ഒരു മനുഷ്യന്റെ മുമ്പിൽ അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി കൈനീട്ടേണ്ട ഗതിയിലേക്ക് നീ തളർത്തല്ല തമ്പുരാനെ. ആരാനോട് ചോദിക്കാതെ സ്വന്തം കാര്യങ്ങൾക്ക് അവർക്ക് എല്ലാം സന്തോഷത്തോടെ നിർവഹിക്കാനുള്ള കഴിവും തൗഫീഖും നീ നൽകണേ തമ്പുരാനെ. പലരും ബിസിനസ്സുകാരായിരിക്കും, അവരുടെ ബിസിനസ്സിൽ നീ ഖൈർ നൽകണേ റബ്ബേ. ഒരു വ്യക്തി 2 ലക്ഷം രൂപ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ, അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. നിങ്ങളൊക്കെ അവർക്ക് സ്വന്തം, ഈ കുട്ടി, ഞാൻ ഇവരോട് പറയുന്നു, ഈ ദുആ മാത്രമല്ല, ഈ കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കുന്ന കാലത്തോളം നിങ്ങളുടെ പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ പുണ്യം നിങ്ങൾക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള ദുആകൾ അവിടെ നടക്കും. ഞാൻ പിരിവിന് വേണ്ടി പറയുന്നതല്ല. കാരണം ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ട പ്രധാന അസ്വദഖത്തു തുത്ഫിഉ അർറൽ ഖുബൂർ വ ഇന്നമാ യസ്തദില്ലുൽ മുഅ്മിനു ഫീ ദില്ലി സദഖതിഹി. അസ്വദഖത്തു തുത്ഫിഉ അർറൽ ഖുബൂർ. കബർ പോയി കിടക്കുന്ന ആൾക്കാരല്ലേ, ആ കബറിൽ കിടക്കുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു ചൂടുണ്ട്. ആ ചൂട് ഈ സ്വതക്ക കുറക്കും മാത്രമല്ല, വ ഇന്നമാ യസ്തദില്ലുൽ മുഅ്മിനു ഫീ ദില്ലി സദഖതിഹി. അവന്റെ സ്വതക്കയുടെ തണലിൽ നാളെ പടച്ചറബ് അവനെ ഒരുമിച്ച് കൂട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുതൊന്നും പോരാ, നമുക്ക് ഏകദേശം ഇവിടെ 6 കോടി രൂപ വേണം. ഞാൻ പറഞ്ഞ ഈ സ്ക്വയർ ഫീറ്റ് മുഴുവൻ യാഥാർത്ഥ്യമാകണമെങ്കിൽ 6 കോടി രൂപ വേണം. നമ്മളൊന്ന് ഒത്തുപിടിച്ചാൽ നടക്കും. ഒരുപാട് ആളുകൾ നിങ്ങളെ കയ്യിൽ തന്ന ആ എൻട്രി സ്ലിപ്പിന്റെ പുറത്ത്, നിങ്ങൾ എൻട്രി ചെയ്തല്ലോ, നിങ്ങളെ പുറത്താക്കൂല, പേടിക്കണ്ട. എൻട്രി സ്ലിപ്പ് ധൈര്യമായിട്ട് കൊടുത്തോ. ആ എൻട്രി സ്ലിപ്പിന്റെ പുറത്ത് നിങ്ങൾക്ക് കിട്ടിയ 1 സ്ക്വയർ ഫീറ്റോ 10 സ്ക്വയർ ഫീറ്റോ 1 ലക്ഷമോ 2 ലക്ഷമോ അള്ളാഹു തന്ന സമ്പത്ത് മക്കൾക്ക് വേണ്ടി നമ്മൾ എത്ര ബാക്കി വെച്ചാലും ശരി, മക്കൾ നമുക്ക് വേണ്ടി വല്ലതും ചെലവഴിച്ചാലുണ്ടാകും. അതേ സമയത്തോ ഈ നിക്ഷേപത്തിൽ ഇതൊരു വലിയ നിക്ഷേപ സമാഹരണ യജ്ഞമാണ്.
ഈ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ബഹുമാനപ്പെട്ട ബാപ്പി ഹാജിയോടൊപ്പം ബാപ്പി കുടുംബത്തിന് നമ്മളും പങ്കെടുത്താൽ, ഈ ഒഴുക്കിൽപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തെ സ്വർഗ്ഗത്തിലേക്ക് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ തീർച്ചയായും നമുക്ക് പോകാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈർ നൽകുമാറാവട്ടെ, ബർക്കത്ത് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും സംഭാവനകൾ ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ആളുകളുമുണ്ട്, അവരുടെ നേതൃത്വത്തിലൂടെ നിർവഹിക്കപ്പെടുമെന്ന ശുഭവാർത്ത കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.